നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും തേജസ്കരിക്കുകയും സ്വർഗത്തിലെത്തുകയും ചെയ്യുന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടായിട്ട് കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാളിനുള്ള ഒരുക്കത്തിൻ്റെ 10-ാം ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. നാളെ രാവിലെ 8 മണിക്കൂടെ ആരംഭിക്കുന്നതായ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ യാമപ്രാർത്ഥന, അതിനുശേഷമുള്ള വിശുദ്ധ കുർബാനയുടെ പരിസമാപ്തിയിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുകയും സുവിശേഷ വരെയും നമ്മൾ പങ്കുചേർന്നിട്ട് പെന്തക്കോസ്ത് പെരുന്നാളിൽ 120 പേർ പ്രാപിച്ച അതേ അനുഭവം നമ്മളും ഏറ്റുവാങ്ങി മാമോദീസായിൽ നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ ജ്വലിപ്പിച്ച് ആത്മബലങ്ങൾ വിളയിച്ചവരായി നമ്മൾ കർത്താവിനോട് ചേരുന്നവരും കർത്താവിൻ്റെ സ്വന്തമായി തീരുവാൻ, കർത്താവിൻ്റെ മുദ്ര പുതുക്കുവാൻ, അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സ്വന്തമാകുവാനുള്ള ഈ നല്ല സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ, കരുണയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ആ വലിയ ആത്മവ്യാപാരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാത്തിരിപ്പിൻ്റെ 10-ാം ദിനത്തിലെ ഇന്നത്തെ ധ്യാനവും ആരാധനയും ദൈവനാമത്തിനാകുവാൻ പ്രാർത്ഥിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദീർഘമായ 3 ശുശ്രൂഷകളുള്ള പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ചുരുങ്ങിയ ക്രമമായിരിക്കും നാളെ ഉപയോഗിക്കുന്നത്. എന്നാൽ ദീർഘമായ ആ 3 ക്രമങ്ങൾ 3 ദിവസം കൊണ്ട് ഇവിടെ നടത്തി അതിൻ്റെ പൂർണ്ണമായ അനുഭവം ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇന്നലെ 1-ാം ശുശ്രൂഷയുടെ സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് 2-ാം ശുശ്രൂഷയുടെ അനുഭവങ്ങൾ നമ്മുടേതാകുവാൻ നമ്മൾ ആ വേദഭാവം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ നിയമ വേദഭാവം വായിച്ചു കഴിഞ്ഞിട്ട് ലേഖനങ്ങളും സുവിശേഷ ഭാഗങ്ങളും നമ്മൾ വായിക്കും. അങ്ങനെ 3 ദീർഘമായ ശുശ്രൂഷകൾ നമ്മുടെ പിതാക്കന്മാരെ വിശുദ്ധരാക്കുവാൻ ഉപയോഗിച്ചു. നമുക്കും അത് പ്രയോജനപ്പെടുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്, തയ്യാറാകുകയാണ്. ഈ 2-ാം ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ 2-ാം ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്? 1-ാം ശുശ്രൂഷയിൽ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലുണ്ടായതായ ബന്ധനങ്ങളെയും മുറിവുകളെയും ചതവുകളെയും ഒക്കെ സുഖപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമായി. ദൈവത്തിൻ്റെ കോപം കൊണ്ട്, നമ്മുടെ പൂർവ്വശാപം കൊണ്ട് പിതാവായ ദൈവം തമ്പുരാൻ തന്നെ നമ്മളെ പലരുടെ കയ്യിൽ നമ്മളെ ബന്ധിപ്പിക്കുവാനും മുറിക്കുവാനും ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് സംഭവിച്ചതെന്ന് യെശയ്യാവിന്റെ ദിവസം 42-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഇന്നലെ നമ്മളെ ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്ക് സംഭവിച്ചിരിക്കുന്ന സകല കാര്യങ്ങളെ തിരിഞ്ഞു നോക്കി അതിലെ ദൈവത്തിൻ്റെ കാര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ വിജയകരമായ അനുഭവം ഉണ്ടാകുന്ന ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ ആവശ്യപ്പെടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ നന്ദി പറയുക. നമ്മൾ ആവശ്യപ്പെടാതെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതായ പിതാവിനെയും പുത്രനെയും ആ പരിശുദ്ധാത്മാവിനെയും നമ്മൾ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന അവസ്ഥയിൽ സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന അനുഭവത്തിൽ സൃഷ്ടാവ് സൃഷ്ടിയിൽ സന്തോഷം കണ്ടെത്തി സൃഷ്ടാവ് തന്നെ സൃഷ്ടികളായി നമ്മൾ താമസം ഉറപ്പിച്ച് നമ്മളെ സ്വർഗമാക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിപാടി. എന്തൊരു വലിയ പദവിയാണത്! ദൈവം തമ്പുരാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ തന്നെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. ആ ദൈവത്തിന് ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും തന്നെ സൃഷ്ടിയായിരിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിയോട് ഒരു പ്രത്യേക മമത. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനുഷ്യ സൃഷ്ടിക്ക് മാത്രമുള്ള പ്രത്യേകത സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. മറ്റൊരു സൃഷ്ടിക്കും സൃഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിയില്ല. അത് സൃഷ്ടിക്കപ്പെട്ടു, അത് നിർജ്ജീവമായിട്ട് കിടക്കുന്നു. ഈ ആകാശത്തിനോ ഭൂമിക്കോ ഈ ഭൂമിയിലുള്ള കർത്താവ് 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ജീവചരാചരങ്ങൾക്കൊന്നിനും തന്നെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയില്ല. അവരെല്ലാം ദൈവത്തെ തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ മനുഷ്യരുടെ ശ്രദ്ധ സൃഷ്ടികൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ വലിയ സങ്കടം. ആ സങ്കടം തീർത്തു കൊടുക്കണം. കാരണം നമ്മൾ സൃഷ്ടാവിനെ കാണാൻ വളരെ വൈകുന്നു. അപ്പോൾ നമ്മുടെ ആത്മാക്കളുടെ സൃഷ്ടി, നമ്മുടെ ദേഹിയുടെ സൃഷ്ടി, നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടി നമ്മൾ അറിഞ്ഞോണ്ടല്ല, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചു. എന്നും അവരുടെ കൂടെ നടക്കാൻ വരുന്ന സ്വർഗത്തിലെ അപ്പച്ചൻ 2 പേരെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഏദൻ തോട്ടത്തിൽ കൂടെ നടന്ന് സന്തോഷിച്ച് ആ സ്നേഹവും സന്തോഷവും തിരിച്ചറിഞ്ഞ ഒരു ആദി മാതാവ്, ആദ്യ പിതാവ് നമുക്കുണ്ട്. ആദാമിന് ഹവ്വയ്ക്കും സ്നേഹവനായ ആ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് സന്തോഷമായി ആ
വാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ഏതും തോട്ടത്തിൽ നടക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിൽ പിതാവായ ദൈവത്തിനുള്ള സങ്കടം അവർ പിതാവിനെ വേണ്ട തരത്തിൽ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്താ കാരണം? ആ പിതാവായ ദൈവം 5 ദിവസം കൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഓരോന്നോരോന്നായി സൃഷ്ടിച്ചു. സുന്ദരമായൊരു ദേവന്തോട്ടം ഉണ്ടാക്കി. അവരുടെ കൂടെ നടക്കാൻ എന്നും ഈ പിതാവ് ചെല്ലുമായിരുന്നു. പക്ഷെ അവരുടെ ശ്രദ്ധ ഇവരെ സൃഷ്ടിച്ച് അവിടെ ആക്കിയ പിതാവിൽ കേന്ദ്രീകൃതമല്ലായിരുന്നു. അത് അവരുടെ പ്രാകൃതമായ അല്ലെങ്കിൽ അവരുടെ അപക്വമായ മനസ്സിൻ്റെ ഒരു ബലഹീനതയായിരുന്നു. അവരുടെ സൃഷ്ടി പൂർണ്ണമായിട്ടില്ല. ദേഹവും ദേഹിയും മാത്രമുള്ള ഒരു ജീവിയായിട്ടാണ് അവരാദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ആത്മാവിനെ അവർക്കപ്പോൾ കൊടുത്തിട്ടില്ല. താൽക്കാലികമായ ഒരു ജീവൻ മാത്രം ഊതി അങ്ങോട്ട് കൊടുത്തു. അവരങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്നതെന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു മാത്രം. ആത്മാവിന്റെ കാര്യം പറയുന്നില്ല. ദൈവസാദൃശ്യമുള്ള ദൈവത്തിന്റെ വിലയേറിയ ആത്മാവ് നമ്മളുടെ ആത്മാക്കളെ സൃഷ്ടിച്ചിട്ട് പുത്രനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അത് എഫേസ്യ ലേഖനം 2-12 വാക്യത്തിലായിരുന്നു. 12 10 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എഫേസ്യ ലേഖനം 2 ആ 1-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയ സൽപ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ എഫേസ്യ ലേഖനം 2 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ ജന്മം കൊണ്ട് ജാതികളായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുക. ആകയാൽ നിങ്ങൾ മുമ്പ് ജന്മം കൊണ്ട് ജാതികളായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുക. പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ പരിച്ഛേദന ഏൽക്കാത്തവരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അത് ശരീരത്തിൽ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും അകന്ന് കഴിഞ്ഞവരും ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ ഉടമ്പടികൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളു. എഫേസ്യ സഭക്കാരോട് പൗലോസ് ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. എഫേസ്യ ലേഖനം 2:10-12 വരെയുള്ള ഭാഗത്ത് നമുക്ക് ഈ ഓർമ്മയുണ്ടോ? പൗലോസ് എഫേസ്യ സഭയെ ഓർപ്പിച്ച അതേ സന്ദേശം ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളിലെ എല്ലാ സഭാംഗങ്ങളെയും ഓർപ്പിക്കുകയാണ്. ഇത് ഓൾ സെയിൻസ് എക്യൂമെനിക്കൽ ഫെലോഷിപ്പ് സെന്റർ ആയതുകൊണ്ട് എല്ലാ സഭയിൽപ്പെട്ടവർക്കും വന്ന് ആരാധിക്കാനുള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാ ജാതി മതസ്ഥർക്കും വന്ന് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് സൃഷ്ടാവായ ആ പിതാവിന്റെ ഏകജാതനായ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് ദൈവത്തിന്റെ കുടുംബത്തിലെ സ്വന്തമായി തീരുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം പഠിച്ചത് ഓർപ്പിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആ ഓർമ്മ പൂർണ്ണമായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. എന്താണത്? ആദാമിനും ഹവ്വയ്ക്കും തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെയോ ദൈവത്തിന്റെ പദ്ധതികളെയോ വേണ്ട തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അപാകത, ഒരു ബാലിശമായ അവസ്ഥ അവർക്കുണ്ടായിരുന്നു. അവർക്ക് ഈ ഏദൻ തോട്ടത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് ഏദൻ തോട്ടത്തിൽ ആക്കിയതെന്ന് മനസ്സിലായില്ല. അവർ കൊടുത്ത വചനങ്ങളും അവർക്ക് മനസ്സിലായില്ല. അവരുടെ നോട്ടം ആ നടുക്ക് നിൽക്കുന്ന വിലക്കപ്പെട്ട പഴത്തിലായിരുന്നു. ആ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന എല്ലാത്തിനേക്കാൾ അധികം ദൈവം വിലക്കിയിരുന്ന നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലത്തിലായിരുന്നു ഹവ്വായുടെ നോട്ടം. എനിക്കത് കിട്ടണം. ബാക്കിയെല്ലാം കിട്ടിയതിനൊരു നന്ദിയില്ല. സൃഷ്ടിച്ചതിന് നന്ദിയില്ല. ഏദൻ തോട്ടം കിട്ടിയതിന് നന്ദിയില്ല. അവിടെ അവർക്ക് ഭക്ഷിക്കാൻ വേറെ ഒത്തിരി ആഹാര സാധനങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയതിന് നന്ദിയില്ല.
ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തരാഞ്ഞതിന്റെ കൊതിക്കറിവ് മാത്രം. അങ്ങനത്തെ ഒരു അസുഖം നമുക്കുണ്ട്, കൊതിക്കറിവ്. എന്താ അത് മാറിയാലേ ആത്മാവിൽ നിറയാൻ എത്ര ശതമാനം കൊതിക്കറിവ് ഉണ്ടെന്നറിയണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒത്തിരി കൊതിക്കറിവുകൾ നമ്മുടെ അടിമനത്തോട്ട് അടിഞ്ഞ് പുഞ്ഞ് കൂടിക്കിടക്കുക. നമുക്ക് സ്വസ്ഥതയില്ലാത്തത്, സന്തോഷമില്ലാത്തതിന്റെ കാര്യമല്ല, മോഹഭംഗങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. കല്യാണം കഴിഞ്ഞവരുടെ ഭാര്യ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒത്തില്ല, കാണാൻ പോയപ്പോൾ തോന്നിയ പോലെ തോന്നുന്നത് പോലെ ഒന്നുമില്ല കാര്യം. ഭർത്താവ് ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല. എൻ്റെ ആശയ്ക്കൊത്തവണ്ണം ഒരു ഭാര്യയോ ഭർത്താവിനോ എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ ആരൊക്കെ ആയിരുന്നു, ആലോചനക്കാർക്ക് തെറ്റുപറ്റി, കല്യാണം കഴിച്ച് അച്ഛനും തെറ്റുപറ്റി, ബന്ധുക്കാർ സ്വന്തക്കാർക്കൊക്കെ തെറ്റുപറ്റി, ഒരബദ്ധം പറ്റിയെന്ന അവരുടെ മോഹമൊന്നും. ഭർത്താവ് ഒത്തില്ല, ഭാര്യ ഒത്തില്ല, വീടൊത്തില്ല, മക്കളൊത്തില്ല, ഒന്നും ഒത്തിട്ടില്ല. ഏതാണ്ട് ഒക്കാനിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ആരാണ്ടയോ കിട്ടിയാൽ ഒക്കും. ഞാൻ ഉദ്ദേശിക്കുന്നവർ ലോട്ടറി അടിച്ചൊരു ലക്ഷക്കണക്കിന് രൂപ ഇങ്ങോട്ട് വന്നാൽ ഏതാണ്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ തപ്പിത്തരഞ്ഞ് നടക്കുന്ന ഒരു അപക്വമായ ബാലിശമായ ഒരു മനസ്സ് നമുക്കുണ്ട്. അതാണ് ജഡവും സ്വയവും എന്ന് പറയുന്നത്. മനസ്സിലായോ? ജഡവും സ്വയവും മാറി സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവനോട് പറ്റി ചേർന്നാൽ മാത്രമേ നമുക്ക് അവനെ സന്തോഷിക്കാൻ ആ പ്രശ്നം തീരണം. എഫേസ്യ സഭക്കാർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വേദോസം ഉള്ളവർ നോക്കി എന്നിട്ട് ഈ ബൈബിൾ ഇനി ഇവിടെ ചുമ്മാ കണ്ട് അടഞ്ഞിരിക്കുന്നു. ബൈബിൾ ഇല്ലാത്തതിനോട് എഴുന്നേറ്റ് വന്നാണ്ട് രണ്ട് കുറെ ബൈബിൾ ഇവിടെ നിന്ന് കരയുന്നു. ഞാനിവിടെ ഇരിക്കുകയാണ്, എന്നെ ആരും എടുക്കുന്നില്ല, നോക്കുന്നില്ല നമുക്കെന്ന് പറഞ്ഞത്. വചനം ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ വചനം തമ്പുരാൻ കരയുകയാണ്, എന്നെ നോക്കാനും എടുക്കാനും ആളില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു. ആ സങ്കടമൊന്നും തീർത്താട്ട് അങ്ങനെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് എടുത്ത് എന്ന് വായിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭക്കാരോട് പറഞ്ഞതായ ഒരു വലിയ സത്യം നമ്മൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പെന്തക്കോസ്തയുള്ളൂ. പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യങ്ങൾ ബോധ്യമാകണം, അത് ഓർക്കണം, അത് മറക്കരുത്. മറക്കാൻ വളരെ സാധ്യതയുള്ള ഒത്തിരി സത്യങ്ങളുണ്ട്. മറക്കരുത്, ഓർക്കണം, ഈ വാക്കുകൾ വേദോത്സവത്തിൽ പലയിടത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അപകടം വരുത്തുന്നതാണ്. ഓർക്കേണ്ടത് ഓർക്കാതെ മറക്കേണ്ടത് ഓർത്തുകൊണ്ട് നടക്കുന്ന അപകടമാണ്. മറക്കേണ്ടതിനെ മറക്കണം, ഓർക്കേണ്ടതിനെ ഓർക്കണം, ബോധ്യമാകേണ്ടതിനെ ബോധ്യമായിരിക്കണം. അങ്ങനെ ചെയ്യേണ്ടത് ചെയ്ത് സൃഷ്ടാവിന് 1-ാം സ്ഥാനം കൊടുത്ത് സൃഷ്ടാവും സൃഷ്ടിയും സമ്മേളിച്ച് തിരിച്ചറിഞ്ഞ് ആനന്ദിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് എന്ന് സ്ത്രീപുരുഷ ബന്ധത്തിന്റെ ഭാഷയിൽ യെശയ്യാ 54 യെശയ്യാ പ്രവാചകൻ ജനങ്ങൾക്ക് വലിയ സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം തിരിച്ചറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന പല കാര്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ളത് കൊടുത്ത് വാങ്ങാനുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയുമുണ്ട്. സൃഷ്ടാവ് മനുഷ്യരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് ഭാര്യ ഭർത്താക്കന്മാരാക്കി അവർക്ക് ഒന്നിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള കുടുംബം സമ്മാനിച്ചിരിക്കുന്നു. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് സമാധാനമുണ്ടോ? കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമാണോ കുടുംബം, അതോ കൂടുമ്പോൾ ഭൂകമ്പമുള്ള സ്ഥലമാണോ? ഇപ്പോൾ ഭൂകമ്പമാണ് ഇമ്പമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഭൂകമ്പം മാറണം. ഭൂകമ്പം മാറി സന്തോഷം, ഇമ്പം മരണമെങ്കിൽ ഇമ്പത്തിന്റെ നാഥനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കണം. ആ പരിശുദ്ധാത്മാവിന്റെ ഭരണം ഇല്ലാതെ പോയതാണ് ഭൂകമ്പം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് നമുക്ക് ഈ വേദഭാഗം ഒന്ന് വായിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 തൊട്ട് നമ്മെ ആരാണ് സൃഷ്ടിച്ചത്, എന്തിനാ സൃഷ്ടിച്ചതെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് വായിക്കും മനസ്സിലാകാഞ്ഞുകൊണ്ടാണ് അവര് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനത്തിന് വ്യതിചരിച്ച് വിലക്കപ്പെട്ട വഴത്തെ നോക്കി നടന്നു. നമുക്കൊന്ന് വായിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഈ അറിവ് നമുക്കില്ല എന്നാണ് എഫേസ്യ സഭക്കാരോട് പറയുന്നത്. 12-ാം വാക്യത്തിൽ ആ കാലത്ത് അങ്ങനൊരു കാലം നമുക്കുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകന്ന് കഴിഞ്ഞവരും നമുക്ക് പറയാം. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു കഴിഞ്ഞവരും ഇസ്രായേൽ പൗരത്വത്തോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ ഉടമ്പടികൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുകയും. ദൈവമില്ലാത്തവരുടെ കൂട്ടത്തിലാണോ ദൈവമുള്ളവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? ക്രിസ്തു ഇല്ലാത്തവർക്ക് ദൈവമില്ല.
എന്ന് യോഹന്നാൻ ലേഖനത്തിലുണ്ട്. ആരാണ് ദൈവമില്ലാത്തവർ? ക്രിസ്തു ഇല്ലാത്തവർ. അപ്പൊ അത് എത്രാം വാക്യം എന്നറിയാവോ? ക്രിസ്തു ഇല്ലാത്തവർക്കാണ് ദൈവമില്ലാത്തവർ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല, ദൈവം സ്വന്തമായിട്ടുള്ളവർ. അതാരാണെന്നറിയണം. എത്രാം വാക്യ? യോഹന്നാൻ 2-ാം ലേഖനത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്, ക്രിസ്തു ഇല്ലാത്തവർക്ക് ദൈവമില്ലെന്ന്. അപ്പൊ ദൈവം ഉണ്ടായിരിക്കുക, ദൈവം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഉണ്ടെന്ന് നമ്മളെക്കാൾ വിശ്വാസവും അറിവും ഉള്ളവരാണ് പിശാചുക്കൾ. കാരണം അവർ മാലാഖമാരായ സ്വർഗത്തിലുണ്ടായിരുന്നു, അവർക്ക് ദൈവത്തെ നേരിട്ട് കണ്ടതാണ്, ദൈവത്തെ ആരാധിച്ചവരാണ്. പക്ഷെ ശത്രുവായി പോയി നിത്യ അഗ്നിക്ക് വിധിക്കപ്പെട്ടിട്ട് അവര് പിശാചുക്കളായി ദൈവത്തെ ആരാധിക്കാനോ അറിയാനോ സാധിക്കാത്ത തരത്തിൽ ദൈവം ഉണ്ടെന്ന് ബുദ്ധിയിൽ അവർക്കറിയാം, പക്ഷെ ദൈവത്തെ രുചിച്ചറിയാൻ സാധിക്കാതെ ദൈവത്തിൽ നടന്നു പോയവരാണ് ആര്? പിശാചുക്കൾ. അതുപോലെ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ദൈവമുള്ള അവസ്ഥയിലും ദൈവം ഇല്ലാത്ത അവസ്ഥയിലും ജീവിക്കാൻ സാധിക്കാം. ഒരു സ്ത്രീക്ക് ഭർത്താവ് ഇല്ലാത്ത അവസ്ഥയിലും ഭർത്താവ് ഉള്ള അവസ്ഥയിലും ജീവിക്കാം. ഒരു സ്ത്രീക്ക് ഭർത്താവുള്ള അവസ്ഥയിൽ ഭർത്താവിനോട് പറ്റിച്ചേർന്ന് സന്തോഷിക്കാൻ അവസരമുണ്ട്, പിണങ്ങി 2 കട്ടിലേക്ക് കിടക്കാനും സാധ്യതയുണ്ട്. പഴയ വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. എന്താ? അപ്പൊ ഇതൊക്കെ സാധ്യതയുള്ളതാണ്. നമ്മൾക്ക് ദൈവം ഉണ്ടെന്ന് സമ്മതിച്ചാൽ പോരാ, അത് നമ്മളെക്കാൾ ബോധ്യമുള്ളത് ആരാ? അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ ആരാധിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്ന ദൈവം നമുക്കുണ്ടോ? ആരാധിക്കാൻ സാധിക്കുന്ന ദൈവത്തെ രുചിച്ചറിയാൻ സാധിക്കുന്ന ദൈവം നമുക്കുണ്ടോ? ഒരു സാധനത്തിന് രുചി അറിയണമെങ്കിൽ അത് നാവിലെത്തണം, വായിലെത്തണം. പാത്രത്തിലിരുന്നാൽ കണ്ടാൽ പോരാ, കയ്യിലൊന്നാൽ പോരാ, അത് വായിലിട്ട് ചവച്ചരച്ച് അതിന്റെ രുചി ആസ്വദിക്കണമെങ്കിൽ പാത്രത്തിലും കയ്യിലിരിക്കുന്ന സാധനം വായിലെത്തണം. അതുപോലെ ദൈവം നമ്മുടെ വായിൽ വരത്തക്കവണ്ണം കർത്താവിന് അപ്പമായി ഇവിടെ വന്നിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ദൈവം അപ്പമായി വന്നത് എന്തിനാണ്? നമ്മുടെ വായിൽ വരാനാണ്, നമ്മുടെ ഉദരത്തിൽ കയറാനാണ്. നമ്മുടെ വായിലും നമ്മുടെ ആമാശയത്തിലും നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിൽ എല്ലാം കൂടെ കടന്നു വന്ന് രക്തമായി നമ്മുടെ ഹൃദയത്തിലെത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം ആഹാര സാധനങ്ങൾ ഇവിടെയെല്ലാം ഉണ്ട്, അത് നമുക്കെന്നെ എത്ര രുചികരമായാലും നമുക്കൊരു പക്ഷേ നാവിൽ വന്നില്ല എങ്കിൽ അത് ആമാശയത്തിൽ വന്ന് ദഹിച്ച് അത് രക്തമാകുന്നില്ലെങ്കിൽ നമ്മുടേതാകുന്നില്ല. മറ്റൊരു അപകടം വായിൽ വന്നതുകൊണ്ടോ ആമാശയത്തിൽ എത്തിയതുകൊണ്ടോ നമ്മുടേതാകണമെന്നില്ല. ദഹിച്ച് രക്തമായി മാറണം. ദഹിച്ചു വന്നാൽ കക്കൂസിലേക്ക് തന്നെ പോകും. നമ്മൾ കഴിച്ച എന്തുമാത്രം സാധനങ്ങൾ രുചികരമായി ചവച്ചരച്ച് വിഴുങ്ങിയതാ. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വേർപാട് പിന്നെയും വന്നു. അത് ചെറുകുടലിൽ വെച്ച് രക്തമായി എടുക്കാൻ കഴിഞ്ഞതെല്ലാം വലിച്ചെടുക്കപ്പെട്ടു. ബാക്കി വേസ്റ്റ് വൻകുടലിലേക്ക് തന്നെ തള്ളി. പിന്നെ ടോയ്ലറ്റിലേക്ക് പോവുക. ബാക്കി എന്തൊരു സങ്കടമാണ് അതിന്. കുറച്ചു നേരം വയറ്റിലുണ്ടായിരുന്നു, കുറേ നേരം വായിലുണ്ടായിരുന്നു, കുറേ നേരം കയ്യിലൊക്കെ ഇരുന്നത്. പക്ഷെ അയ്യോ പോയല്ലോ, വല്ല ബന്ധമുണ്ടോ? കക്കൂസിൽ എഴുന്നേറ്റ് വരും, വല്ലതൊക്കെ സങ്കടമുണ്ടോ എൻ്റെ പോയല്ലോ എന്ന്. പോയി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ്. ഇതുപോലെ നമ്മൾ കർത്താവിൻ്റെ കയ്യിലും കർത്താവ് നമ്മുടെ കയ്യിലും കിട്ടുന്ന ഒരു കാലമുണ്ട്. പക്ഷെ കൈ വന്നാൽ പോരാ, വായിൽ വന്നാൽ പോരാ, ഉദരത്തിൽ വന്നാൽ പോരാ, ഹൃദയത്തിലെത്തണം. അതിനു മുമ്പ് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കഴിക്കുന്നുണ്ട്, കയ്യിൽ നിന്ന് താഴോട്ട് പോകുന്ന സാധനമില്ലേ, അത് പട്ടി കൊണ്ടുപോകും, അല്ല ഈച്ച കൊണ്ടുപോകും. അയ്യോ എന്തെല്ലാം അപകടങ്ങളാ. പാത്രത്തിരിക്കുന്ന സാധനം മുഴുവൻ കൈ കയറാറില്ല, കയറിയാൽ തന്നെ താഴെ വീഴുന്നു. അങ്ങനെ ഒരു അപകടം. ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തുപ്പിക്കളയും. ഏതാ മുരിങ്ങക്കായുടെ മുരിങ്ങ ചവച്ചേച്ച് പിന്നെ കുറച്ച് ഇതുപോലെ മുരിങ്ങക്ക ചവച്ചേച്ച് തുപ്പിക്കളയുന്ന പോലെ ഞാൻ നിന്നെ ഉണ്ണു കളയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലാതിരുന്നാൽ ഞാൻ വായി വെച്ച് നോക്കും. അങ്ങനെ എത്ര പേര് തുപ്പിക്കളയപ്പെട്ടിരിക്കും. ദൈവമേ, ഞാൻ തുപ്പിക്കളഞ്ഞ സാധനമാണോ ആകരുതേ എന്ന് വിചാരിച്ചതാണ്. ഈ ഒത്തിരി ഘട്ടങ്ങൾ കടന്നാലേ നമുക്ക് കർത്താവിൻ്റെ സ്വന്തമാകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്നെ കർത്താവിനെ രുചിച്ചറിയണം. കർത്താവിനെ രുചിച്ചറിയാൻ വേണ്ടി അവൻ അപ്പമായി വന്നിരിക്കുന്നു, ജീവന്റെ അപ്പമായി വന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അതെനിക്ക് എൻ്റെ വാഗുകൊണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് എല്ലാം എനിക്ക് നിന്നെ തിരിച്ചറിയണം. ഞാൻ തള്ളപ്പെടല്ലേ, ഞാൻ ഉപേക്ഷിക്കപ്പെടരുത്, ഞാൻ നിന്റെ തന്നെ ആയിരിക്കണം. അപ്പോൾ യേശുവിനെ മാത്രം സ്നേഹിച്ച് അവനെ മാത്രം നോക്കിയാലേ അവൻ്റെ ഹൃദയത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അവയ്ക്ക് പറ്റിയ കുഴപ്പമില്ല. നല്ല ഒന്നാന്തര എഴുന്നോട്ടം കിട്ടി, സുന്ദരനായ ഭർത്താവിനെ കിട്ടി, നല്ല സ്നേഹവാനായ സ്വർഗത്തിലെ അപ്പച്ചനെ കിട്ടി. എന്നിട്ട് ആ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ആ പിതാവിനെ നന്ദിയോടെ, അപ്പച്ചോ ഇങ്ങനെ നല്ല വേദന്തോട്ടം തന്നല്ലോ, നല്ലൊരു ആദാവിനെ തന്നല്ലോ, ഇതെല്ലാം തന്നല്ലോ, അതിന് നന്ദി നമുക്ക് പറയാൻ. പിന്നെ എന്നാ പറഞ്ഞത്? ഈ നടുക്ക് നിൽക്കുന്നത് തരാത്തതുകൊണ്ടാണ്.
പൊതിക്കറു അവിടെ മിണ്ടിയില്ല. അപ്പൊ കയ്യെ പിടിച്ചാണ് അവിടെ നോട്ടം എങ്ങടാ വിലക്കപ്പെട്ട പഴത്തിൽ അവിടെ ഏറുകണ്ണിട്ട് നോക്കുക. അതെന്നാ എനിക്ക് തരാത്തത്? ആ പരിഭവും ആ കൊതിക്കറും കിടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്നും ഈ നടപ്പിനകത്തൊരു മടുപ്പ്. എന്നും പിതാവിൻ്റെ കൂടെ ഏതെന്തോട്ടും നടക്കുന്ന ഹവ്വായിക്ക് അങ്ങ് മടുത്തുപോയി. എന്നും ഒരു നടപ്പ്. ഞാൻ ആഗ്രഹിക്കുന്നതോട് സാധിക്കുന്നുമില്ല. ഈ അമർന്നവനും അയാളുടെ കൂടെ കൂടി ഇരിക്കുക. എനിക്കിത് ആഗ്രഹമുണ്ടെന്ന് എൻ്റെ നോട്ടം കണ്ടപ്പോൾ അവർ മനസ്സിലാക്കുന്നത്. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് പറിച്ചാറുണ്ട്. അവർക്ക് സ്നേഹമൊന്നും ഇത് വേറെ ആക്കാണ്ട് വെച്ചിരിക്കുക. ഞാൻ രണ്ടാം കടയാണ്. ഇത് നല്ല ഒന്നാമത്തെ ഈ സാധനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. നടുക്ക് തന്നെ എതിരെ പോയാൽ കാണുകയും ചെയ്യും. എന്താ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നടുക്ക് സൃഷ്ടിച്ച് തരാതിരിക്കുന്നത് എന്തൊരു കടുങ്കൈയായിപ്പോയി. പരിഭവവും പരാതിയുമാണ്. ദൈവത്തോടും നന്ദിയില്ല, ഭർത്താവിനോടും നന്ദിയില്ല, രണ്ടുപേരോടും വിരോധം. അങ്ങനെ ഒരു പിളർപ്പിന്റെ അനുഭവം വരികയാണ്. ഇതാര് കണ്ടു? പിശാച് വെളിയിൽ നിന്ന് കണ്ടു. ഇവളുടെ ഈ പരിഭവവും പരാതിയും കൊതിക്കറും മനസ്സിലായി. ഇവൾക്ക് ദൈവത്തോട് സ്നേഹമില്ല, ദൈവത്തിന്റെ പദ്ധതികളോടും ദൈവത്തിന്റെ വചനങ്ങളോടും ഒരു താല്പര്യമില്ല, കൊതി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവളെ പറ്റിച്ച് കളയാം. ഏതൻ തോട്ടത്തിന്റെ ആദിവാസിയാണ് ഈ ചെറിയവിടത്ത് മറിക്കുന്ന കെരൂബ്. ആ കെരൂബാണ് ദൈവത്തിന്റെ ശത്രുവായി ഇവിടുന്ന് തള്ളപ്പെട്ട് വെളിയിലായിരിക്കുന്നത്. ഇവരെ എനിക്ക് പുറത്താക്കണം, ഇവരെ വിളിച്ചാടിക്കണം. അങ്ങനെ നമ്മുടെ ബലഹീനത കണ്ടുപിടിക്കാൻ ദൂരെ നിന്ന് കഴിവുള്ളവനാണ് പിശാച്. പിശാചിന് ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ വിടവുകൾ തിരിച്ചറിഞ്ഞിട്ട് അതിലൊന്ന് കയറാൻ തക്കം നോക്കിയിരിക്കുന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ആദാമിനും ഹവ്വയ്ക്കും ദൈവത്തോട് നന്ദിയില്ലാഞ്ഞതുകൊണ്ട് ദൈവം കൊടുത്ത ഏതെൻ തോട്ടത്തിന്റെയോ അവിടെ അതിന്റെ സംവിധാനങ്ങളുടെ ഒന്നും വില മനസ്സിലാകാതെ അവർ അസന്തുഷ്ടരും അതൃപ്തരും സ്തുതിയില്ലാത്തവരുമായപ്പോൾ ഹൃദയം ഇരുണ്ടുപോയി. സ്തുതിയില്ലാത്ത ഹൃദയം ഇരുണ്ടുപോകും എന്നൊരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാവോ? റോമാലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ, സൃഷ്ടാവിനെ ആരാധിക്കാതെ, സൃഷ്ടാവിനെ രുചിച്ചറിയാതെ, അവന്റെ മഹത്വം മനസ്സിലാക്കാതെ, സ്തുതിയില്ലാതെ ഇരുണ്ടുപോയവരാണ് നമ്മൾ. അപ്പൊ ദൈവമില്ലാത്തവർ, ദൈവത്തിന്റെ വചനങ്ങൾ മറന്നവർ, സ്തുതിയില്ലാത്ത അന്ധകാര ജീവികളുടെ പാർപ്പിടമായി നമ്മൾ മാറി എന്നുള്ള കാര്യം റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതലായ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ 2ാം ശുശ്രൂഷയിൽ നമുക്ക് കിട്ടേണ്ട അനുഭവമാണ് ഈ ഓർമ്മകളും ഈ അനുഭവങ്ങളും എല്ലാം. അപ്പോൾ ഈ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷ ഇപ്പോൾ അവിടെ നടത്തുന്നുള്ള ഒരു കാര്യം ഓർപ്പിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്തു പറയുന്നു? അനീതി കൊണ്ട് സത്യത്തെ അടിച്ചമർത്തുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും എതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ആ കോപം മാറണം. ദൈവം കരുണയുള്ളവനാണ്, കോപമുള്ളവനുമാണ്. ദൈവം കരുണ കാണിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ കോപവും ഉണ്ട്. ആ കോപം സ്നേഹത്തിൽ നിന്ന് വരുന്ന കോപമാണ്. അപ്പോൾ ആ ദൈവകോപം മാറണമെങ്കിൽ എന്നാ ചെയ്യണം? ദൈവത്തിന് വസിക്കേണ്ട സ്ഥലത്ത് പിശാചിനെ കയറ്റിയിരിക്കുന്നതാണ് കോപത്തിന് കാരണം. അത് ന്യായമായ കോപമാണ്. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമായതെല്ലാം അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. 19-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന പറയാം. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധ്യമായതെല്ലാം അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ആദാമിനും ഹവ്വയ്ക്കും എന്നും കാണാനും വർത്താനം പറയാനും ദൈവം കൂടെ ഉണ്ടായിരുന്നു. വന്നേറ്റ് പോകുമായിരുന്നു. പക്ഷെ ആ ദൈവത്തോട് അവന് പല കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. പിതാവേ, ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഇത്ര സുന്ദരമായി സൃഷ്ടിച്ചു വെച്ചിരുന്നത് വേണ്ടാന്ന് പറയാൻ കാരണമല്ല. ഇതെന്നാ ഞങ്ങൾക്ക് ഇപ്പം തരാത്തത്? ഞങ്ങൾക്ക് നിനക്കൊരു താല്പര്യം കൂടുതലുണ്ട്, അത് കിട്ടണമെന്നൊരു കൊതിയുണ്ട്. പക്ഷേ നീ അത് ഇപ്പം വിലക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചോ? ഇപ്പൊ കിട്ടിയേ അടങ്ങുന്നായി. എന്നിട്ട് ഓരോ വിദ്യാബോധത്തിൽ ദൈവത്തോട് വിരോധം വർദ്ധിക്കുക. ഇവന് എന്നും കൂടെ തന്നിട്ട് തന്നെ പറിച്ചു തരാത്തോ? അപ്പൊ തന്നതിന് നന്ദി പറയാതെ തരാത്തതിന് വെറുവെറുക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരത്തിലാണ് ചെറിയ ഉണർത്തി മറിക്കുന്ന സ്വരൂപ പിശാചായി മാറിയത്. ഈ ആദിവാസിയായി ഏതെന്തോടത്തിലുണ്ടായിരുന്ന ആ മാലാഹയ്ക്കും ഇതേ അസുഖമായിരുന്നു. നവരക്തങ്ങളാൽ പുതിയപ്പെട്ടവൻ, പൊന്നും കുടം, നല്ല പാട്ട്, നല്ല ബുദ്ധി, നല്ല സൗന്ദര്യം, ഇതെല്ലാം ഉണ്ടായിരുന്നു. അവനൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനൊക്കെയില്ല. ദൈവം പറയുന്നത് കേൾക്കണം. അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം തരാമെന്ന് പിന്നെ ആ സിംഹാസനം കൂടെ ഇങ്ങോട്ട് തരാൻ നേരം ഇയാൾ കിളവനല്ലേ, അങ്ങോട്ട് മാറി എന്നെ കൊണ്ടൊന്ന് വലിപ്പിക്കരുതോ? ഇതൊക്കെയായിരുന്നു വിചാരം. പ്രായപൂർത്തിയാണെന്ന് പിള്ളേർക്ക് തോന്നുന്ന ഇതൊക്കെ കേട്ടോ. പ്രായപൂർത്തിയായ
ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഒക്കെ തോന്നലായത് അപ്പനും അമ്മയ്ക്ക് സൗന്ദര്യം പോരാ, എഡ്യൂക്കേഷൻ പോരാ, വിദ്യാഭ്യാസം പോരാ, ഞാൻ പറയുന്ന അവർ കേൾക്കണം. ആ എല്ലാ സേഫിനകത്തെല്ലാം വെച്ച് കൂട്ടി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ചണ്ടക്കാരെ പോലെ ഒന്ന് ചോദിക്കണം എന്നിട്ട് എണ്ണിത്തരിക. അതിനോട് താക്കോൽ ഇങ്ങോട്ട് തന്നാലെന്താ, ഞങ്ങൾ എടുത്തങ്ങോട്ട് പോയാൽ ഞങ്ങൾ മക്കളല്ലേ. ഇങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് അപ്പനും മക്കളും തമ്മിൽ പിണങ്ങി ചൂടും വളർന്നു പോകും. ഇത് ആദാമിന്റെ അവരുടെ രക്തത്തിൽ കൂടെ വന്നിരിക്കുന്ന ഈ സ്വഭാവം. അപ്പൊ കിട്ടിയതിന് നന്ദി പറയാതെ കിട്ടാത്തതിന് പിറുപിറുക്കുന്നതിന്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരം നമ്മളെ പിശാചാക്കി മാറ്റും. ഈ കാര്യം അറിയുക. അപ്പൊ നമ്മളെ പിശാചാക്കി മാറ്റി അഹങ്കാരം എത്രയുണ്ട്? തന്നവന് നന്ദി പറയണം. ഏതെങ്കിലും ആവശ്യത്തിന് ദൈവത്തിന് ചെല്ലുമ്പോൾ തന്നവന് നന്ദി പറഞ്ഞിട്ട് ഇനി ആവശ്യമുള്ളത് ഇന്നതാണ്, ദൈവത്തിന് ഇഷ്ടമുണ്ടേ തരണം, എനിക്ക് നീ തന്നെ മതി, നീ തന്നാ മതി, തന്നില്ലേലും വിരോധമില്ല എന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടോ? പിള്ളേര് ഫീസ് വാങ്ങിക്കാൻ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോഴേ കഴിഞ്ഞ മാസത്തെ ഫീസ് നന്ദി പറഞ്ഞിട്ടാണോ പുതിയ മാസത്തെ ഫീസ് ചോദിക്കുന്നത്? തന്നതെല്ലാം അങ്ങ് മറന്നു. തന്നേരെ പണം കഴിക്കുന്ന ഒരു മെഷീനാണ് വിചാരം. ആവശ്യത്തിനെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മെഷീൻ പോലെയാണ് അപ്പനെ അമ്മയും വെച്ചിരിക്കുന്നത്. അല്ലാതെ സ്നേഹം കൊണ്ട് ഞാൻ ആവശ്യപ്പെടാതെ അവരുടെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ജനിച്ചു. അമ്മയുടെ പാൽ ഊറ്റി തന്നു, രക്തം തന്നെ പാലാക്കി എനിക്ക് തന്നതാണ്. രക്തം വേർപ്പാക്കി വെള്ളം പോലെ ഊറ്റിക്കളഞ്ഞിട്ടാണ് എന്നെ കഷ്ടപ്പെടുത്ത് വളർത്തത്. ഇത് വല്ലതും പിള്ളേർക്ക് ബോധമുണ്ടോ? പിള്ളേർ എല്ലാ ദിവസവും പ്രാർത്ഥന ഇതൊക്കെ നന്ദി പറയണം. എൻ്റെ അപ്പനെയും അമ്മയും തന്നതിന് നന്ദി. അവരുടെ സ്നേഹത്തിൽ ഞാൻ ജനിച്ചു. എനിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അവർ മുടക്കി. ഇനി അവരെ എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജന്മം തന്നത് എന്ന് മാതാപിതാക്കളോടോ ദൈവത്തോടോ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? കിട്ടാത്തതിൻ്റെ പ്രതീർപ്പം കൊണ്ട് നടക്കുക, കൊതിക്കറുമായി നടക്കുക. അതിൻ്റെ ഇടയിൽ ആര് കയറും? പിശാച് കയറും. അപ്പോൾ പിശാച് കയറുന്നിടത്ത് പരിശുദ്ധാത്മാവിന് കയറാനും പോകും. പിശാചിനെ ഇറക്കി വിട്ടേച്ച് മാത്രമേ പരിശുദ്ധാത്മാവിന് കയറി നന്ദിയുള്ളവരാകാൻ സാധിക്കുകയുള്ളൂ എന്ന് കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ റോമാലേഖനം 1:18 നമുക്കിങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിയുവാനും അവനെ ആരാധിക്കുവാനും അവസരം തന്നെങ്കിലും നമ്മളതിനെ ദുർവിനിയോഗം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവരെ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി തീർന്നു. 22-ാമത്തെ വാക്യത്തിൽ ജ്ഞാനികളെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവരെ മൂഢരായി തീർന്നു. അക്ഷയനായ ദൈവത്തിന്റെ മഹത്വത്തെ അവർ നശ്വരനായ മനുഷ്യന്റെയും പക്ഷി, നാൽക്കാലി, ഇഴയാതി എന്നിവയുടെ സദസ്യങ്ങളായ വിഗ്രഹങ്ങളായി കൈമാറി. അതുകൊണ്ട് ദൈവം വരെ തങ്ങളുടെ ഹൃദയത്തിലെ പാപമോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ അന്യോന്യം അപമാനപ്പെടുത്താനായി അശുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമായി മാറ്റി സൃഷ്ടാവിനേക്കാൾ അധികം സൃഷ്ടിയെ ആരാധിച്ചു, ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ആ ബലഹീനത മാറുന്നത്. സൃഷ്ടാവിനേക്കാളധികം സൃഷ്ടിയെ ആരാധിക്കുന്നവരാണ് നമ്മൾ. നേരെ തിരിച്ച് സൃഷ്ടികളെക്കാളധികം സൃഷ്ടാവിനെ ആരാധിക്കുന്നവരായാലേ സൃഷ്ടാവിന് നമ്മൾ വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അസുഖം മാറണം. അപ്പൊ എന്തിനാ പിശാച് ഈ പണി ഒപ്പിക്കുന്നത് അറിയാവോ? നമ്മളെയും കൂടെ ദൈവമില്ലാത്തവരാക്കി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി അവൻ അവിടെ കയറി അവനെ നമ്മളെ അപഹരിക്കണം. ഈ ബലഹീനത വരുന്നവരൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്ന് ശിക്ഷ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ ശിക്ഷ കിടപ്പുണ്ട്. ശിക്ഷ മാറണമെങ്കിൽ ദൈവത്തെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ നമ്മുടെ ഹൃദയം ശോഭിച്ച് പ്രകാശമുള്ളതായി ജീവപ്രകാശമായത് മാറി അത് സമൃദ്ധിയായ ജീവനായിട്ട് മാറണം. അപ്പോൾ വിശ്വാസം യേശുവിനെ സ്വന്തമാക്കാനും അത് ജീവപ്രകാശമാകുവാനും അത് അന്ധകാരം മാറാനും അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗമായി നമുക്ക് മാറാൻ സാധിക്കും. ചലിക്കുന്ന സ്വർഗമായി ചലിക്കുന്ന പള്ളിയായി നമുക്ക് മാറാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇതിൽ നമ്മളെ വ്യതിചലിക്കപ്പെട്ടു പോകുമ്പോൾ എല്ലാ തലമുറകളിലും ഈ പ്രശ്നം ആവർത്തിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാ 38 ഒരു രാജാവ് മരിക്കത്തക്കതായ രോഗം ബാധിച്ച് മരണത്തിന്റെ വക്കിലെത്തി. ആ കാര്യം പ്രവാചകൻ രാജാവിനെ അറിയിച്ചു, നീ മരിക്കാൻ പോവാ, നിന്റെ വീട്ടുകാരെയൊക്കെ ക്രമപ്പെടുത്തിക്കോ, നിന്റെ മേൽ മരണത്തിന്റെ ദൂതൻ നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ രാജാവ് എന്ത് ചെയ്തു? രാജാവ് കരഞ്ഞു എന്നാ പറഞ്ഞു. രാജാവ് ഗ്രഹകാര്യങ്ങൾ ക്രമീകരിക്കാൻ നോക്കിയിട്ട് ഒന്നും ചൊവ്വായിട്ടില്ല. ഇനിയും സമയം ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നിട്ടില്ല, പ്രജകളെ ശരിക്കും ഭരിച്ചിട്ടില്ല, ദൈവം ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല, ഇനി കുറെ സമയം കൂടെ കിട്ടിയാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മരണത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ ഹിസ്കിയാ രാജാവ് കരഞ്ഞു എന്നാ. ചോരിന്റെ നേരെ മുഖം തിരിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടു. എത്ര കൊല്ലം കൂടെ നീട്ടി കൊടുത്തു? 15 കൊല്ലം കൂടെ ആയുസ് നീട്ടി കിട്ടി.
അങ്ങനെയാണെങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിപ്പിന്റെ 10ാം ദിനത്തിലെത്തിയിരിക്കും നമ്മുടെ മേലും മരണവിധികൾ കിടപ്പുണ്ട്. മരണം തൊട്ടടുത്ത് നിൽക്കുന്നു. മരണവും നമ്മളുമായിട്ട് ഒരടി അകലേ ഉള്ളെന്ന് വേദഭാവമുണ്ട്. നിങ്ങൾക്കറിയാം എവിടെയാണ്? ഏത് നമ്മൾ വായിച്ച് കണ്ടുപിടിച്ചു. മരണവും നമ്മളുമായിട്ടുള്ള അകലം തന്നെ ഒറ്റ അടിയേ ഉള്ളൂ. എപ്പം വേണേലും നമ്മളെ കയറി വിഴുങ്ങാത്ത പണത് കൂടെയുണ്ട് മരണം. ദൈവത്തിന്റെ കരുണ കൊണ്ട് മരണദൂതനെ മാറ്റി നിർത്തിക്കുക, അവിടെ നിൽക്കുക, എനിക്ക് അവനെ വേണം, അവളെ വേണം, എനിക്ക് അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് വാദിച്ച് പിടിച്ചു നിർത്തിയിരിക്കുക. എപ്പം വേണേലും മരണം കയറി പിടിക്കാം. ഹോംവർക്ക് കിട്ടിയോ? മരണവും നമ്മളുമായിട്ടുള്ള അകലം ഒരടി. അത് കണ്ടുപിടിക്കുന്നിടം വരെയും വായിച്ചു. ദിവസം മുഴുവൻ വായിക്കണ്ടേ? എന്നിട്ട് അത് കുറിച്ചിട്ടു. എന്നും അത് ഓർത്തു. അപ്പോൾ മരണത്തിന്റെ ദൂതൻ ഹിസ്കിയാ രാജാവിൻ്റെ അടുത്ത് നിന്ന് മരണത്തിന്റെ വക്കിലെത്തി. തൊട്ടടുത്തുണ്ട്. ഇപ്പം തന്നെ ദൈവം കൊണ്ടുപോകും. പക്ഷെ അത് കേട്ട ഉടനെ അവൻ കരഞ്ഞു, പാവങ്ങൾ ഏറ്റുപറഞ്ഞു, നിലവിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവ് 15 കൊല്ലം നീട്ടിക്കൊടുത്തു. 12ാം വാക്യത്തിൽ, എന്റെ വാസസ്ഥലം ഒരു ഇടയന്റെ കൂടാരം പോലെ എന്നിൽ നിന്നും മാറ്റിയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടുന്നത് പോലെ ഞാൻ എൻ്റെ ജീവൻ ചുരുട്ടി വയ്ക്കുന്നു. അവൻ എന്നെ തറയിൽ നിന്ന് മുറിച്ചു മാറ്റുന്നു. ഒരു രാവുകൾ കഴിയുന്നതിന് മുമ്പേ നീ എനിക്ക് അന്ത്യം വരുത്തുന്നു. പ്രഭാതം വരെ ഞാൻ ശാന്തമായിരുന്നു. അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെല്ലാം തകർത്ത് കളഞ്ഞു. പകൽ മുതൽ രാത്രി വരെ നീ എനിക്ക് അന്ത്യം വരുത്തുന്നു. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചെലച്ചു. പ്രാവിനെ പോലെ ഞാൻ കുറുകി. എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ഏറ്റെടുക്കണമേ. ഞാൻ എന്തു പറയേണ്ടു? അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ തന്നെ അത് നോർത്തിച്ചിരിക്കുന്നു. എൻ്റെ മനോവ്യസനം നിമിത്തം ഞാൻ എൻ്റെ കാലമൊക്കെയും സൗജന്യമായി നടക്കും. സൗമ്യനായി നടക്കും. യഹോവേ, ഇവയാൽ മനുഷ്യർ ജീവിക്കുന്നു. നിന്റെ ആത്മാവും ഇവയിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്നെ ജീവിപ്പിക്കണമേ. അപ്പൊ സൗഖ്യമാക്കി ജീവിപ്പിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 17ാം വാക്യത്തിൽ, യെശയ്യാ 38:17, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. അപ്പോൾ കയ്പായി ഭവിച്ചതൊക്കെ ഈ സമാധാനമായി യേശുവിനെ സ്വന്തമാക്കാനുള്ള അവസരമാണ്. എങ്കിലും നീ എൻ്റെ സകല പാവങ്ങളെയും നിന്റെ മുമ്പിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശത്തിന്റെ കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ പ്രാണനെ മരണക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്ന അനുഭവം ഉള്ളവർക്ക് പെന്തക്കോസ്തായുടെ അനുഭവം ഉണ്ടാവുള്ളൂ. നമുക്ക് കിട്ടിയതാ ജീവൻ ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവനത്തിന്റെ പ്രതാപം കൊണ്ടും കൊതിക്കറ് കൊണ്ടും മോഹം ഗർഭം ധരിച്ച് പാവത്തെയും പാവമെടുത്ത് മരണത്തെയും പ്രസവിക്കുന്ന സ്ഥലമായി നമ്മൾ മാറി. അവിടെ നിന്ന് ജീവന്റെ ഉറവിടമായി യേശുവിന്റെ വാസലമായി നമ്മൾ മാറണം. അപ്പോൾ ഹിസ്കിയാ രാജാവ് നിലവിളിച്ച് കരഞ്ഞപ്പോൾ, ആയുസ് നീട്ടിക്കിട്ടിയപ്പോൾ താൻ പറയുന്ന തന്റെ അനുഭവ സാക്ഷി ഇതാണ്. 18ാം വാക്യത്തിൽ, പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയിൽ പ്രത്യാശിക്കുന്നുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. പിതാവ് മക്കളോട് തന്റെ വിശ്വസ്തത അറിയിക്കും. അപ്പോൾ ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ. നമ്മുടെ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹി മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു സന്ദേശമാണ്, നീ ജീവനുണ്ടെന്ന് പേരിൽ നീ ചത്തവനാണെന്ന്. നമ്മളൊക്കെ ജീവനിലോട്ട് പട്ടികയിലായി പേര്. പക്ഷെ കർത്താവിന് മുമ്പിൽ ചത്തവരാകാൻ സാധ്യതയുണ്ട്. ചരമകോളം പത്രത്തിലുണ്ടല്ലേ, ചത്തവരുടെ ഫോട്ടോയുണ്ട്, വിവരം അതിനകത്തുണ്ട്. നമ്മുടെ ഫോട്ടോ അവിടെ വന്നിട്ടില്ലേ? പക്ഷേ സ്വർഗത്തിൽ ഒന്നൊരു ന്യൂസ് പേപ്പർ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കാര്യം തന്നെ ജീവനുണ്ടെന്ന പേരെങ്കിലും ഞങ്ങളുടെ ലിസ്റ്റില് ചത്തവരാ. അതാ എങ്ങനെ ചത്തവരാ? മോഹം, പാപം, മരണം. മോഹം ഗർഭം ധരിച്ച് പാവത്തെയും പാപം എടുത്ത് മരണത്തെയും പ്രസവിക്കുന്ന സ്ഥലമാണ് നമ്മൾ ചരമകോളത്തിലായിരിക്കും നമ്മുടെ സ്വർഗത്തിലെ ന്യൂസിൽ വരുന്നത്. അതാ ഇന്ന് മാറ്റി എഴുതാൻ പോവുക. അപ്പൊ ഹിസ്കിയാവ് മരണത്തിന്റെ വക്കിലെത്തി. അവൻ നിലവിളിച്ചു, അവൻ ലഭിച്ചു. കർത്താവിന്റെ ഹേണ വീഴ്ചപ്പോൾ ആയുസ് 15 കൊല്ലം നീട്ടിക്കെടുത്തപ്പോൾ ജീവനുള്ളവരുടെ പട്ടികയിൽ. അപ്പൊ പറയാം, ജീവനുള്ളവന് മാത്രമേ ദൈവത്തെ. അപ്പൊ സ്തുതിക്കാത്തവരാരുടെ കൂട്ടത്തില? മരിച്ചവരുടെ കൂട്ടത്തില. അപ്പൊ നമ്മുടെ മരിച്ച കോളത്തിൽ നിന്ന് ജീവനുള്ളവരുടെ കോളത്തേക്ക് മാറണം. എന്നാ ചെയ്യണം? സ്തുതിക്കണം. ആ കാര്യമാണ് യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്. അതോടെ നിർത്താട്ടെ. കർത്താവ് സമൃദ്ധിയായ ജീവൻ തരാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ നമ്മളെ കൊല്ലാൻ്റെ ആൾ കൂടെയുണ്ട്, മരണം. ഏതാണ്? യോഹന്നാൻ 10:10, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും
അത് സമൃദ്ധിയായി ഉണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആ വന്ന എൻ്റെ കാര്യം സാധിച്ചു. കർത്താവ് നമ്മളെ സമൃദ്ധിയായ ജീവൻ തരാൻ വന്നു. നമ്മളിന്നും ചതഞ്ഞെന്ന് പറഞ്ഞ് കിടക്കുക. കാര്യം എന്നാ? കൊതിക്കറവും മാറിയിട്ടില്ല, മോഹവും മാറിയിട്ടില്ല. അത് ഞാൻ അത് കിടക്കുക. അതെല്ലാം മാറാമെങ്കിൽ നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, നിന്നെയല്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നും പേടിക്കണ്ട. അങ്ങനെയാ ദൈവം നമ്മുടെ മഹത്വത്തിലേക്ക് നയിക്കണമെങ്കിൽ 71 സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ മോഹിച്ചും ദാഹിച്ചും കൊതിക്കറും ഒത്തിരി നാൾ നടന്നതാണ്, ഞാനതെല്ലാം കളഞ്ഞ് നീ മാത്രം മതി. അപ്പൊ അവൻ കർത്താവ് നമ്മളെ കയ്യെ പിടിച്ച മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വലിച്ച് കയറ്റിക്കൊണ്ടുപോയി നമ്മൾ എന്നും ദൈവത്തെ സ്തുതിക്കുന്നവരായാൽ മാത്രമേ ജീവനുള്ളവരുടെ പട്ടികയിൽ എത്തുകയുള്ളൂ. ദൈവം കൃപായുഗം നീട്ടി തന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും ജീവനുള്ള കൂട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയിട്ട് സമൃദ്ധിയായ ജീവനുള്ളവരായി ആത്മഫലങ്ങൾ നിറഞ്ഞ് അത് അനേകർക്ക് കൊടുക്കുന്നവരായി തീരാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗങ്ങളെല്ലാം നമുക്ക് സഹായകരമായിട്ട് ആശംസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ യെഹെസ്കേൽ 37 പറഞ്ഞ വചനം ഇപ്പം നടപ്പിലാകാൻ പോവാം. പെന്തിക്കോസ്തിയുടെ 2ാം ശുശ്രൂഷയിൽ യെഹെസ്കേൽ 37 വായിക്കുന്ന നല്ല പതിവ് നമുക്കുണ്ട്. അത് ഇന്നേ വായിച്ചിരിക്കുക. ആ യെഹെസ്കേലിനെ ദൈവം കാണിച്ചു കൊടുത്ത അസ്ഥികളുടെ വലിയൊരു താഴ്വര. ആ അസ്ഥി പ്രവചിച്ച് ആത്മാവ് വന്നത് മാംസവും വായുവും എല്ലാം വന്ന് അവര് വലിയ സൈന്യമായി മാറി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ മരവിച്ച വശങ്ങളെ അസ്ഥി പോലെ ദ്രവിച്ചു പോയ വശങ്ങളെ സജീവമാക്കി എന്നിട്ട് വേണം നമുക്ക് പെന്തക്കോസ്ത് പെരുന്നാളിലോട്ട് അത് ആഗ്രഹമുള്ളവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാപമോചന പ്രാർത്ഥന തരുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. മരവിച്ച വശമുള്ളവരെ മുമ്പോട്ട് വരേണ്ടത്. മരവിച്ച വശമുണ്ട്. അവിടെ കർത്താവിന്റെ കാറ്റ് വന്ന്, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്ന് നമ്മളെ ജീവനുള്ളവരുടെ പട്ടികയിൽ ഹിസ്കിയാവിനെ പോലെ പുതിയ ജീവൻ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി പുതിയ ആത്മാവിനെ പ്രാപിപ്പാന്തക്കണം അഭിഷേകം ജ്വലിപ്പിച്ച് ജീവനുള്ളവരുടെ പട്ടികയിലേക്ക് മാറ്റപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വന്നിടുവീൻ യേശുപാദം പാപത്തെ സുവിശേഷം അധ്യായം 14 തിരുവചനങ്ങൾ 25 മുതൽ 31 വരെ. നാളെ മുട്ടൂത്തലിന്റെ 2ാം ശുശ്രൂഷയിൽ വായിക്കേണ്ട വേദഭാഗം ഇപ്പോഴേ വായിക്കുകയാണ്. നാളെ ചുരുങ്ങിയ ക്രമമായിരിക്കും. 3 ക്രമമില്ല, 3 ക്രമം കൂടെ ഒന്നാക്കിയ ചുരുങ്ങിയ ക്രമമായിരിക്കും നാളെ നടത്തുന്നത്. അതുകൊണ്ട് ഈ അനുഭവമായിട്ട് നാളെ വന്നാലേ പെന്തിക്കോസ്തിയുടെ അനുഭവം വരുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 25 മുതൽ 31 വരെ വായിക്കുന്നു. യേശു അരുൾ ചെയ്തു, ഞാൻ നിങ്ങളുടെ അടുക്കൽ ആയിരിക്കുമ്പോൾ ഇവ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സകലവും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നവയെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിരിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങൾ ഭയപ്പെടുകയും അരുത്. ഞാൻ പോകുകയാണെന്നും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്നും പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് അത് സംഭവിക്കും മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ വളരെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല. എന്തെന്നാൽ ഈ ലോകത്തിന്റെ അധിപതി വരുന്നു, അവൻ എൻ്റെ മേൽ അധികാരമില്ല. എൻ്റെ പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും എൻ്റെ പിതാവ് കൽപ്പിച്ച പ്രകാരം തന്നെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയും. എഴുന്നേൽക്കുക, നമുക്ക് ഇവിടെ നിന്ന് പോകാം. സ്വല്പസമയം കൂടെ ഇരിക്കാം. പെന്തിക്കോസ്ത് പെരുന്നാളിന്റെ 2ാം ശുശ്രൂഷയിൽ ഈ വേദഭാഗം വായിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. മാമോദീസായിൽ നമ്മൾ ജനിച്ച യേശുവിനെ നമ്മൾ രഹസ്യമായി വളർത്തി പരസ്യമായ ശുശ്രൂഷയ്ക്ക് ഒരുക്കി മാതാവ് 30-ാം വയസ്സിൽ യേശുവിനെ യോർദാൻ നദിയിലേക്ക് പറഞ്ഞു വിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലെ രഹസ്യമായ യേശുവിനെ പരസ്യമായി അനേകർക്ക് കാണത്തക്ക തരത്തിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ആ യേശു പരസ്യ ശുശ്രൂഷ ചെയ്തതുപോലെ സുവിശേഷപരമായ നടപടികളിൽ കൂടെ നമ്മൾ വചനം ജീവിതത്തിലൂടെയും നമ്മുടെ ജീവിത ശൈലിയിൽ കൂടിയും മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടിട്ട് ചിലർ കുപിതരാകണം, ചിലർ നമ്മളെ തല്ലിക്കൊല്ലണം. എന്താ ശരിക്കും വചനം പറഞ്ഞാൽ അസൂയക്കാർ വരും, അത് ഇഷ്ടപ്പെടുകയില്ല. അവരോട് ഇന്നലെ കുരിശുണ്ടാവുള്ളൂ. സെബാനോ സഹോദ ഈ യേശുവിനെ വിശ്വസിച്ച വചനം മുഴുവൻ മാംസമായി കഴിഞ്ഞ ഒരു ഭയങ്കര പ്രസംഗം.
പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നാ കിട്ടി? കല്ലേറ് കിട്ടി. അവർക്ക് ഇത് കേൾക്കുകയും വേണം. ചെവി പൊത്തി കണ്ണും പൊത്തി കല്ലെറിഞ്ഞ ചതച്ച് കൊന്നു. അപ്പോൾ സ്റ്റെഫാനോസിന് കിട്ടിയ അനുഗ്രഹം എന്നാ? സ്വർഗം തുറക്കുന്നത് കണ്ടു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ ശരിക്കും ആത്മാവിലാകാവുന്ന കല്ലേറ് കിട്ടും, അടിയിടിയൊക്കെ കിട്ടും. റെഡിയാണോ? അങ്ങനെയാണ് പെന്തക്കോസ്തിക്ക് വന്നാൽ മതി കേട്ടോ. കർത്താവിന് വേണ്ടി ആത്മാവിൽ നിറയാമെങ്കിൽ ആത്മാവിൽ പ്രസംഗിക്കേണ്ടി വരും, ആത്മാവ് ജീവിക്കേണ്ടി വരും, അനേകരെ രക്ഷിക്കേണ്ടി വരും. കർത്താവ് ചെയ്ത പണിയും അതിനേക്കാൾ വലിയ പണിയും ചെയ്യേണ്ടി വരും. അത് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടർ ഈ ലോകത്തിലുണ്ട്. കാരണം ഈ ലോകം ഭരിക്കുന്ന ആരാ? അപ്പൊ ആർക്കെങ്കിലും ദൈവമക്കളോട് പ്രാർത്ഥിക്കുന്നതോട് വിരോധം തോന്നുന്നെങ്കിൽ അവരിൽ പ്രവർത്തിക്കുന്ന ആരാ? പിശാചാ. ആ പിശാചിനെ തിരിച്ചറിഞ്ഞ് അവരെ അനുഗ്രഹിക്കണം. ഏതാ? കർത്താവ് തന്നെ കുരിശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ അതേ ആത്മാവിൽ തന്നെ സ്റ്റെഫാനോസും പ്രാർത്ഥിച്ചു, ഇവർ കല്ലെറിയുന്ന അറിഞ്ഞോണ്ടല്ല. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുകയും കുരിശുണ്ടാക്കി തരികയും ചെയ്യുമ്പോൾ അവിടെ അറിവില്ലായ്മയെ അറിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആത്മനിറവിന്റെ ഗുണം അതാണ്. ആര് കല്ലെറിഞ്ഞാലും ആര് നമ്മളെ എന്നൊക്കെ പറഞ്ഞാലും താറടിച്ചാലും നമ്മുടെ നോട്ടം അങ്ങോട്ടായിരിക്കും സ്വർഗത്തിലേക്ക് നോക്കിയാൽ സ്വർഗം തുറന്ന് നമ്മളെ സ്വീകരിക്കാൻ കർത്താവ് തയ്യാറായിരിക്കുന്നത്. കഷ്ടതകളിൽ കൂടെ നമ്മുടെ പ്രാണൻ നമ്മളിൽ നിന്ന് വേർപെട്ട് യേശുവിന്റെ മാറിലോട്ട് കയറുകയായിരിക്കും. യേശുവിന്റെ ഹൃദയത്തിലെത്തിയാൽ യേശുവിനെ രുചിച്ചറിയാൻ, യേശു നമ്മുടെ വായിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമുക്ക് രുചിച്ചറിയാൻ സാധിക്കും. യേശു നമ്മളെയും രുചിക്കണം. കർത്താവ് നമ്മളെയും നമുക്ക് കർത്താവിനെയും കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ നീ എന്നോട് അത്താഴം കഴിക്കും. മുട്ടിക്കൊണ്ടിരിക്കുക. ആ മുട്ടലാ തിരിച്ചറിയേണ്ടത്. പിശാച് മുട്ടിക്കൊണ്ടിരിക്കുക നമ്മളെ അവൻ്റെ കൂടെ കത്തിക്കാൻ കൊണ്ടുപോകാനാണ്. അപ്പൊ ആ ഏത് മുട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്? പിശാചിന്റെ മുട്ടാണ് ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവിതത്തിന് പ്രതാപത്തിനും വേണ്ടിയുള്ള മുട്ടുകൾ. ആ മുട്ടുകളിൽ തിരിച്ച് അതിലേക്ക് പോയി പിന്നെ മരണമാണ് നമ്മളെ ഭരിക്കുന്നത്. കർത്താവിന്റെ മുട്ട് തിരിച്ചറിയാമെങ്കിൽ നമ്മൾ കഷ്ടനഷ്ടങ്ങളുടെ മധ്യത്തിൽ നോട്ടം അവരിൽ നിന്ന് മാറ്റി ദൈവത്തിലേക്ക് തിരിച്ചുവിട്ട് അവരുടെ മധ്യത്തിൽ ദൈവത്തെ സാക്ഷിച്ച് ആ പ്രാണനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വേർപെടുന്ന പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ മാറിലെത്തിയാലേ പെന്തിക്കോസ്തിയുടെ അനുഭവം ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ പെന്തിക്കോസ്തിയുടെ അനുഭവം ഇതുവരെ കിട്ടാത്തതിന്റെ കാര്യം എന്നാ? നമ്മുടെ പ്രാണൻ സ്വയാസത്തിൽ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാണൻ ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവിതത്തിനും പ്രതാപത്തിനും വേണ്ടി നമ്മൾ ബലികഴിക്കുന്നു. അത് പിശാച് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനൊക്കെ ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ പോവുകയാണ്, ഞാൻ പോയാലേ പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ മാമോദീസ ജനിച്ച യേശു പോയിട്ട് മുകളിൽ പോയിട്ടാണ് പരിശുദ്ധാത്മാവിനെ. അപ്പൊ ഈ 10-ാം ദിവസത്തിൽ നമ്മുടെ ഉള്ളിലെ യേശുവിനെ സ്വർഗത്തിലേക്ക് വിടുകയാണ്. സ്വർഗാരോഹണം എന്ന് പറയുന്ന അതാണ്. അപ്പൊ ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് കിട്ടണമെങ്കിൽ യേശു പഠിപ്പിച്ചത് മുഴുവനും ഓർക്കുന്ന പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം. പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന ആശ്വാസം പ്രദനായ പരിശുദ്ധാത്മാവ് സകലവും നിങ്ങളെ പഠിപ്പിക്കും. സകലവും പഠിച്ചോ? വേദപുസ്തകം മുഴുവൻ വായിച്ചോ? അപ്പൊ ആ കുറവ് പരിഹരിക്കണ്ടേ? കർത്താവെ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒത്തിരി അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾ സീരിയലും കണ്ടുകൊണ്ടിരുന്നു, നോവലും വായിച്ചിരുന്നു, ഞങ്ങൾ പിക്നിക്കിന് പോയി, ഇതിലേ സമയമില്ല, അങ്ങ് പോയി. വചനം വായിക്കേണ്ട സമയം കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഈ വചനം മുഴുവനും വായിക്കണം, അത് ഹൃദയത്തിൽ എഴുതണം, അത് ധ്യാനമാകണം, അത് യേശുവിനെ വളർത്താൻ ഉപയോഗിക്കണം. കന്യാമറിയാമിന് കിട്ടിയ ശക്തി മുഴുവനും യേശുവിനെ വളർത്താൻ ഉപയോഗിച്ചു. യേശുവിനെ കുരിശിന്റെ ചുവട് വരെ കൊണ്ടുവന്നു. ആ കന്യാമറിയാം യേശുവിനെ സ്വർഗാരോഹണം ചെയ്യാനുള്ള വഴിയൊരുക്കി. ആ സ്വർഗാരോഹണം ചെയ്ത് യേശുവാണ് 120 പേർക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ യേശുവിനെ വളർത്തില്ല പലപ്പോൾ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പാപത്തിനപ്പാട് നടത്താം. കർത്താവ് മാമോദീസയിൽ യേശുവിനെ ശരിക്കും വളർത്തിയിട്ടില്ല. ഞങ്ങൾ വചനം മുഴുവൻ ശരിക്കും പഠിച്ചിട്ടില്ല, പഠിച്ചു തന്നെ ഓർത്തിട്ടുമില്ല. പഠിച്ചാൽ മാത്രം വരെ ആ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൃത്യസമയത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എന്റെ സമാധാനം ഞങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. നമ്മുടെ സമാധാനം പോയെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തന്ന സമാധാനമല്ല, പിശാച് കള്ള സമാധാനം തരും. നമ്മളെ അവന്റെ കള്ളച്ചരക്ക് നമ്മൾ കാണിക്കാമെങ്കിൽ തരുന്ന കൊച്ചു സമാധാനമുണ്ട്. ദൈവം വിലക്ക് കാര്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ സുഖം, ചെറിയൊരു രസം, ചെറിയ സന്തോഷം. അതെന്തിനാണെന്നറിയാവോ? നമ്മുടെ വലിയ പ്രാണൻ അവന് വിറ്റതിന്റെ ഒരു ചെറിയ വിലയാണ്. പക്ഷെ അവൻ ചോദിക്കുന്ന മറുപടി കൊടുത്താൽ ഇവനെ തിരികെ വാങ്ങിക്കാൻ അത് യേശുവിനെ കൊണ്ടേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ നമ്മുടെ സമാധാനം എഫേസ്യർ 2:14 പറഞ്ഞത്. യേശുവാകുന്ന സമാധാനത്തെ കിട്ടിയാലേ മറ്റുള്ളവർക്ക് അത് കളയാത്ത അവസ്ഥയിൽ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സമാധാനം അമ്മായിയമ്മയോ മരുമകളോ ഭർത്താവോ ഭാര്യയോ അയൽക്കാരോ കളഞ്ഞെങ്കിലിന്റെ അർത്ഥം എന്നാ? യേശുവിനെ നമുക്ക് കിട്ടിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. അതൊന്നുമില്ലെങ്കിൽ നല്ലതല്ലേ? ഇപ്പൊ അമ്മായിമ്മ പോലും നല്ലതല്ലേ? നാട്ടുമ്പോ പോലും നല്ലതല്ലേ? നല്ലതാണ്. കർത്താവും കൂടെ കൂടി ഇതുണ്ടാക്കുമെന്നാ പറഞ്ഞു. ഞാൻ സമാധാനമല്ല. എന്തിനാ? എല്ലാരെയും കളതി എന്നെ സ്നേഹിക്കണം, യേശുവിനെ സ്നേഹിക്കണം. എനിക്ക് വേണ്ടിയാ നിങ്ങൾ എന്റെ വകയാ. സൃഷ്ടിച്ചു രക്ഷിച്ചു പരിപാലിച്ചു ഒത്തിരി അവകാശമുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും ശത്രുവിന്റെ പുറകെ നടക്കുക, നമ്മൾ അനുഭവിക്കുക. ഉള്ളത് നമ്മൾ മാറ്റും. പൊറുതി മുട്ടി കഴിയുമ്പോൾ ചൊല്ലിടണം,
സമ്മതിച്ച് കർത്താവേ, ഞാൻ നിന്റെ, നീ എന്റേത്, എനിക്ക് വേറെ ആരും വേണ്ട എന്നാ പോലെ ഇപ്പോൾ അപ്പം കിട്ടുന്ന സമാധാനമുണ്ട്. ആ സമാധാനം അമ്മായിമ്മയ്ക്ക് മരുമകൾ കളയാനൊക്കോ, നാത്തൂന് കളയാനൊക്കോ, ആരും കളയാനൊക്കെയില്ല. അപ്പോൾ അവരെ നോക്കി ദൈവത്തെ സ്തുതിക്കും, ആരാധിക്കും, സ്വർഗത്തിലേക്ക് നോക്കും. ഈ അവസ്ഥയിലേക്ക് വളരാനാണ് വചനം കൃത്യസമയം നമ്മളെ ഓർപ്പിക്കും. നമുക്ക് എന്ത് സംഭവിച്ചാലും ഇത് ഏത് വചനത്തിന്റെ നിവൃത്തിയാണ്. അപ്പോൾ ആ വചനം മാംസം ധരിച്ച് യേശുവിനെ സ്വർഗ്ഗാരോഹണം ചെയ്യിച്ചാൽ മതി. അവൻ പരിശുദ്ധാത്മാവിന്റെ ഫലം ഇങ്ങോട്ട് തരും. അതെപ്പോഴും നമുക്ക് സന്തോഷം തരുന്നു, ആർക്കും കളയാനൊക്കാത്തതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ സ്വർഗ്ഗാരോഹണം ചെയ്യിച്ചിട്ടുണ്ടോ നമ്മൾ? ഇവിടുത്തെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞോ? നിങ്ങളുടെ സ്വർഗ്ഗാരോഹണ പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെന്തിക്കോസ്തേ. ഇനി ഏതാനും മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. യേശുവിനെ ഉള്ള സമയം കൊണ്ട് വളർത്തി സ്വർഗ്ഗാരോഹണം ചെയ്യുകയാണ്. നാളെ പെന്തിക്കോസ്തേ ആത്മാവ് വരും. അത് വേണ്ടിയവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായി. വിശ്വാസപ്രമാണം പുതുക്കുന്നതായ സമയം. പിതാവിലും പുത്രനുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കിയാൽ മാത്രമേ സഭയാകുന്ന ശരീരത്തിന്റെ ജീവനുള്ള കോശങ്ങളായി, അവയവങ്ങളായി നമുക്ക് രൂപാന്തരപ്പെട്ട് തലയോട് ചേരുന്ന ഉടലാകാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കൊരിന്ത്യ ലേഖനം ആ കാര്യം നമ്മൾ ഓർപ്പിക്കുന്നു. 2ാം ശുശ്രൂഷയിൽ നാളെ നമ്മൾ കേൾക്കേണ്ടതായ സന്ദേശം ഇന്നേ കേട്ട് കഴിഞ്ഞു. നമ്മൾ ശരീരത്തിന്റെ അവയവങ്ങളായി വിളിക്കപ്പെട്ടിരിക്കുന്നു. തല കർത്താവ്, നമ്മൾ അവയവങ്ങൾ, ഏത് അവയവമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവയവം കൊടുക്കേണ്ടതും വാങ്ങേണ്ടതുമായ കാര്യങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കുമായി കൊടുക്കാനുമുണ്ട്, വാങ്ങാനുമുണ്ട്. കൊടുക്കൽ വാങ്ങൽ പൂർത്തീകരിക്കുമ്പോഴേ സംതൃപ്തി ഉണ്ടാകും. ഒന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. ആമാശയം ആഹാരം പാകം ചെയ്യുന്ന ആമാശയത്തിന് വേണ്ടിയല്ല, ശരീരത്തിന് ഉള്ളിന് വേണ്ടിയാണ്. പക്ഷെ ആഹാരം അവിടെ ആദ്യം ചെല്ലൂ. വായിൽ ആഹാരം ചവച്ച ഇറക്കുന്ന പല്ലിനും നാക്കിനും വേണ്ടി മാത്രമല്ല, അത് ശരീരത്തിന് ഉള്ളിന് വേണ്ടിയാണ്. ആ ചവച്ചരയ്ക്കുമ്പോൾ അതിന്റെ രുചി ആസ്വദിച്ച് എല്ലാ ശരീരത്തിന്റെ അവയവങ്ങൾ അരയ്ക്കത്തെ നല്ല രുചികരമായ മുട്ടക്കറി കൂട്ടുന്നു, മീൻകറി കൂട്ടുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രക്തമായി നിങ്ങൾക്ക് കിട്ടും. ഈ ഭാഗത്തോടെ അല്ല, വായി ചവച്ചരച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രുചിയാ. വയറിന് ഒന്നും കിട്ടും. എനിക്ക് തന്നെ വേണമെന്ന് വായി വെച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇരിക്കും. പിന്നെ തിന്നാനൊക്കെ പോകും. ജീവിതം തീർന്നില്ലേ? നമ്മൾ പലതും കിട്ടുന്ന ഇങ്ങനെ പൊത്തിപ്പൊഴിഞ്ഞ് കഴിക്കൊണ്ടിരിക്കുക. ഭാര്യ എന്റേത്, ഭർത്താവ് എന്റേത്, നല്ല രുചിയാ. മക്കൾ എന്റേത്, പൊന്ന്, മണ്ണ്, പെണ്ണ്, ഇതെല്ലാം സ്വന്തമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. കുഴപ്പം എന്നാ? ജീവിതം പോകും. തൊണ്ടയിൽ ഈ ആഹാരം ഉടക്കിപ്പോയാലോ? നമ്മുടെ ആമാശയത്തിലേക്ക് കൊണ്ട് ആഹാരം ശ്വാസകോശത്തിലേക്ക് ശകലം പോയാൽ അങ്ങനെ ഇരിക്കും. ശ്വാസം കൊണ്ട് ചത്തുപോകും. അങ്ങനെ ചത്തവരും ഉണ്ട് കേട്ടോ. ആഹാരത്തെ കഴിക്കുന്നതിൽ മീൻമുള്ളു കയറിക്കൊണ്ട് തൊണ്ട അടഞ്ഞവരും, അതിന്റെ ഇടയ്ക്ക് ശ്വാസകോശത്തിലേക്ക് പോയി ചത്തവരൊക്കെ ഉണ്ട്. മരണം അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ആഹാരം കൈയുടെ അല്ല, അത് ശരീരത്തിന്റെ ഉള്ളിലേതുമാണ്. പക്ഷെ കൈയെടുത്ത് വായി കൊടുക്കുന്നു. വാ പറയും ഇത് എന്റേതല്ല, ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, ഞാൻ ചവച്ചരച്ചേക്കാം. എന്നിട്ട് അത് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് പോകും. ആമാശയം എന്നാ പറയും, ഇത് എന്റേതല്ല, ഇതിനെ ദഹിപ്പിക്കുന്ന പരിപാടി എനിക്കുള്ളൂ. എന്നിട്ട് അതെല്ലാവർക്കും ഇത് കിട്ടുന്ന ഞാൻ കുടലിലേക്ക്, ചെറുകുടലിലേക്ക് ഇതിനെ വിടും. ചെറുകുടലിൽ പറയും എന്റെ പണി ഇത് വലിച്ചെടുത്ത് ഞാൻ തീർന്നു, ഞാൻ വേസ്റ്റ് വയറ്റുകുടലിലേക്ക് തള്ളും. പിന്നെ അത് കക്കൂസിലേക്ക് പോകേണ്ടതാ. ഇതെല്ലാം ഈ ബോധം എല്ലാ അവയവങ്ങൾക്കും ഉണ്ടെങ്കിൽ ആരോഗ്യമായി ഒന്നും കെട്ടിക്കിടക്കാൻ നിൽക്കാൻ സമയമുണ്ട്. 2-3 മണിക്കൂർ വെയിറ്റിട്ടുകൊണ്ട് നടക്കാം. 9 മാസത്തിൽ കൂടുതൽ അമ്മയ്ക്ക് കൊച്ചിനെ കൊണ്ട് നടക്കാനൊക്കെ. കൊച്ചു വിളിക്ക് വരുന്നതിനെ കീറി അങ്ങ് എടുക്കും സംഗതി. അപ്പൊ ഇത് പറഞ്ഞ പോലെ എല്ലാത്തിനും സമയവും കാലവും ക്രമവും ഉണ്ട്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഇതിന്റെ ക്രമം. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എന്ത് തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എത്രത്തോളം നടക്കണം, എന്ത് വിടണം, എന്ത് എടുക്കണം, എന്ത് കൊടുക്കണം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ സ്വസ്ഥതയും സമാധാനവും കിട്ടുകയുള്ളൂ. ആശ്വാസപ്രദൻ സ്വസ്ഥതയും സമാധാനം തരണമെങ്കിൽ നിങ്ങൾ ഇത്രയും നാളായിട്ടും സഭയാകുന്ന ശരീരത്തിന്റെ ഏത് അവയവമാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവിനോട് പറഞ്ഞുകൊണ്ട് സഭയാകുന്ന ശരീരത്തിന്റെ ഉദരമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഉദരത്തിന്റെ പണി ഞാൻ ഉദരത്തിനകത്ത് ഒത്തിരി ആശയങ്ങളുണ്ട്. ആമാശയമുണ്ട്, ഗർഭാശയമുണ്ട്, ഒത്തിരി ആശയങ്ങളുണ്ട് അതിനകത്ത്. ഇതെല്ലാം രഹസ്യമായി ചെയ്യാനുള്ള പണിയാണ്. അപ്പൊ ആരും എന്നെ അറിയേണ്ടെന്ന കാര്യത്തിൽ വയറ് വല്ലവരും കാണുന്നുണ്ടോ? വയറ് പൊത്തിപ്പൊതിഞ്ഞു വെച്ചിരിക്കും. പക്ഷെ അകത്ത് എന്തെല്ലാം പണിയാ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരും എന്നെ അറിയണമെന്ന് ആഗ്രഹമില്ല. ആരും അറിയണ്ട, ആരെയും ഒന്നും അറിയിക്കേണ്ട. രഹസ്യമായ രാത്രിയും പോലും ആമാശയത്തിന്റെയും ഗർഭാശയത്തിന്റെയും പണി ചെയ്തുകൊണ്ടിരിക്കുക. അനേക യേശു കുഞ്ഞുങ്ങളെ ഗർഭം തിരിച്ച് പ്രസവിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? രഹസ്യം പറഞ്ഞാൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണിക്ക് എന്നും വേദനയായിരിക്കും കേട്ടോ. ഗർഭിണിക്ക് എന്നും വേദനയായിരിക്കും, എന്നും ആലസ്യങ്ങളായിരിക്കും. കൂടെ നടക്കുന്നവർക്കറിയാം.
ഈ ഗർഭിണിയെ കൊണ്ടു നടക്കുന്നവർക്കറിയാം എന്തെല്ലാം വിഷമിയാക്കണ്ടെന്ന കാര്യം. അത് ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് സഹിക്കാനും വഹിക്കാനും സാധിക്കില്ലേ? ഛർദിലുണ്ട്, അവർക്ക് ക്ഷീണമുണ്ട്, നീരുണ്ട്, അസ്വസ്ഥതയുണ്ട്, വിഷമമുണ്ട്, ഉറക്കക്കുറവുണ്ട്, ഒത്തിരി. ഇതാണെന്ന് അറിഞ്ഞാൽ സഹിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത, കന്യകമാരായിരിക്കും നമ്മുടെ ദേഹികളെ കർത്താവ് കല്യാണം നിശ്ചയിച്ചാൽ കല്യാണത്തിന് മുമ്പാണ് പ്രസവം മുഴുവനും. വിചിത്രമായൊരു കല്യാണമായത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രസവം ഇല്ല, പിന്നെ മധുരമാകണം 1000 കൊല്ലം, പിന്നെ നിത്യതയിൽ നിത്യജീവിതം. നല്ല ശേല കേട്ടോ. അതുകൊണ്ട് കല്യാണം ഉറച്ചു പോയാൽ കല്യാണത്തിന് മുമ്പ് പ്രസവം മുഴുവനും നടന്നിരിക്കണം. എന്നാൽ കന്യകയും ആയിരിക്കും. കന്യാകുലത്തിന് ഭംഗം വരാതെ ഒത്തിരി പേരെ ഗർഭം ധരിക്കേണ്ടി വരും. ആദ്യം ഒരാള്, പിന്നെ 10 പേര്, പിന്നെ ഒരു ഗ്രാമത്തെ, പിന്നെ ഒരു പട്ടണത്തെ. അമേരിക്കയിലുള്ള പല പട്ടണങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോവുകയാണ്. വിളിയുണ്ട് വന്നിട്ട്, അത് വീസ കിട്ടിക്കഴിഞ്ഞു. അതിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര വേദനയുള്ള പരിപാടി കേട്ടോ. ദൈവമില്ലാത്തവരെ ദൈവമുള്ളവരാക്കാൻ വേണ്ടി അന്യദേവനെ ആരാധിക്കുന്ന സാത്താനെ സേവിക്കുന്നവർ വരെയുള്ള പള്ളിയിലേക്കാണ് പോകുന്നു. അവര് കുഴഞ്ഞു, അച്ഛന്മാർ കുഴഞ്ഞു, തിരുമേനിമാരും കുഴഞ്ഞു. ഇനി അവിടെ ചെന്നൊരു അവർക്ക് വേണ്ടി പ്രസവവേദന അനുഭവിക്കുന്ന ഒരാളെ അവർക്ക് കിട്ടിയിട്ടില്ല. ഗലാത്യ സഭയ്ക്ക് വേണ്ടി പ്രസവവേദന അനുഭവിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ ഗലാത്യ സഭയെ പ്രസവിച്ചത്. അങ്ങനെയാണ് ഈ ഗർഭിണിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പരിപാടിക്ക് ഒത്തിരി വേദനയുള്ള സാധനം. അതുകൊണ്ട് മാതാവും കർത്താവും നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചെങ്കിലേ ഇത് ഡെലിവറി കഴിഞ്ഞ് തിരിച്ചു വരാനും പോകും. പിന്നെ ഒരു വലിയ ക്ഷീണമൊക്കെ കാണും. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ അവസ്ഥ, നിങ്ങൾ ഏതാ, കൈയാണോ, കാലാണോ, കണ്ണാണോ, മൂക്കാണോ, എന്താണെന്ന് അറിയണം. അപ്പോൾ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കിട്ടണമെന്ന് അറിഞ്ഞാൽ ദൈവവിളി ബോധത്തോടെ ഇടറാതെയും പതറാതെയും ദൈവരാജ്യത്തിലേക്ക് ദിവസവും പ്രവേശിക്കണമെങ്കിൽ ദൈവവിളി ബോധം വേണം. വിശ്വാസത്തോട് വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, സഹോദര, ദൈവസ്നേഹ വിവയിൽ നമ്മുടെ പ്രാണനെ യേശുവിന് കൊടുത്താൽ സ്വഭാവ ശരീരത്തിന്റെ അവയവമായി നമുക്ക് കൊടുത്തു വാങ്ങിച്ച് എല്ലാ ദിവസത്തെയും പ്രാണൻ യേശുവിന് മാറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കല്യാണത്തിന് 100% പ്രാണൻ അവിടെ ഉണ്ടെങ്കിൽ മണവാട്ടിയായിരിക്കും. വേണോ? അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ പറഞ്ഞിരിക്കുക 74-ാമത്തെ വയസ്സിലെ കാര്യം പറഞ്ഞു കേട്ടോ. എന്തിനാ? അറിഞ്ഞു ധാരണയിലും വേല തയ്ക്കാൻ വേണ്ടിയാ. നിങ്ങൾ അങ്ങനെ തമ്മിൽ പിണങ്ങിയെങ്കിൽ ക്ഷമ ചോദിക്കുക. ശരിക്കും അയ്യച്ചൂർ എടുക്കാനൊക്കെ അതിനകത്തുണ്ട്. പരുവും പരാതിയും തീരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം പിൻവലിച്ചിട്ട് ഒരേ ശരീരത്തിന്റെ അവയവമാണ് നമ്മൾ. എനിക്കൊരു പിണക്കവും ഇല്ല. കൈയും കാലും തമ്മിൽ അകലമുണ്ടല്ലേ? കൈയും കാലും അടുത്താണ്, കൈ അകലത്തില്ല. പക്ഷെ അവർ 2 പേരും കൂടെ 4 പേരും കൂടെ ചെയ്യുന്ന പണി ഒത്തിരി. അതിലെ ഹൃദയം വരെ ഘടിപ്പിച്ചിരിക്കുന്നു. പൊരുത്തക്കേടിൽ എന്തുണ്ടെങ്കിലും എല്ലാവരെയും കുട്ടി ഘടിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ യേശുവിന്റെ രക്തം നമ്മളെ കൂട്ടി യോജിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ കൊന്നാകാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി കൈയുടെ അറ്റം കൊടുത്താൽ പോലെ കൈക്ക് അകത്തോട്ട് കയറണം. കൈത്തിൽ കൊടുക്കേണ്ട അങ്ങനെ 2 കൈക്കകത്ത് മറ്റേ കൈ ഒന്ന് കാണിച്ചു കൊടുത്താൽ, അവിടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ ചുമ്മാ ചെല്ലൊന്ന് തൊടിച്ചേച്ച് മാറും. തൊടിയിലൊന്നും പോരാ, ശരിക്കും കയ്യസൂരി കൊടുത്താല് നിങ്ങൾ ആരായാലും ശരി നമ്മൾ ഒന്നാണ്. സമ്മതിച്ചോ? അങ്ങനെ കയ്യസൂരി കൊടുക്കാനായിട്ട് സമാധാനം തരാൻ കഴിയാത്തവരൊക്കെ കഴിഞ്ഞെങ്കിലേ നാളെ പെന്തിക്കോസേ ഉള്ളൂ, അല്ലേ? നാളെ ഇത് കൊടുക്കാനൊക്കുന്നില്ല. ഇപ്പോഴും തന്നെ ഇറങ്ങിപ്പോക്കോ, വെറുതെ ശല്യം ഉണ്ടാക്കരുന്ന കാര്യമാണ്. യേശുവിൽ ഒന്നാകാൻ സഭയാകുന്ന ശരീരത്തിന്റെ അവയവമാണെന്ന് ബോധ്യമുണ്ടവർ നിന്നാൽ മതി. എല്ലാത്തവർക്ക് പോകാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു, അനുഗ്രഹം തരുന്നു. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കൃപാന എങ്ങനെ കൊണ്ടുവാനുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ സോമൻ കാലോസ് കുറിയലായിസോ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ സ്വല്പസമയം ഇരുന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇന്ന് നമ്മൾ ഇനി ഈ പെന്തിക്കോസ്ത് പെരുന്നാളിന്റെ കാത്തിരിപ്പിന്റെ അവസാന ദിവസത്തിൽ നടക്കേണ്ട ഒരു വേല എന്താണ് എന്നറിയിക്കുക. 34-ാമത്തെ സങ്കീർത്തനത്തിൽ യഹോവ നല്ലവനാണെന്ന് ഒരിച്ചറിയുകയും എന്ന് പറഞ്ഞ വചനം നമ്മൾ അന്വർത്ഥമാക്കുന്നത് ആ യഹോവയായ ദൈവം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ ജീവന്റെ അപ്പമായി നമ്മുടെ വായിൽ വരുമ്പോഴാണ് രുചിച്ചറിയാൻ സാധിക്കുന്നത്. നാവിൽ വന്നു ചേരുന്ന ആഹാരത്തിനെ മാത്രമേ രുചിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദൈവത്തെ നല്ലവനായിട്ട് രുചിച്ചറിയാൻ തക്കവണ്ണം പിതാവായ ദൈവം വരാൻ തനിക്ക് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ള ആ മകനെ നോക്കിഞ്ഞത് വന്നു. ആ മകൻ വന്ന് ജീവന്റെ അപ്പമായി മാറി. ആ ജീവന്റെ അപ്പം ചുട്ടു തന്ന് പരിശുദ്ധ കന്യാമറിയാമാണ്. പരിശുദ്ധ കന്യാമറിയാം ഗബ്രിയേൽ മാലാഖയിൽ കൂടെ പ്രാപിച്ചതായ ആ വചനം അത് തേൻ പോലെ ആസ്വദിച്ചു. അപ്പോൾ വചനം തേൻ പോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രവാചകന്മാരും പ്രവാചകിമാരും എല്ലാം വചനമാകുന്ന തേൻ വലിച്ചു കുടിക്കുന്നവരാണ്. അപ്പൊ തന്നെ സ്തുതിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ വചനം കേട്ട് രുചി അറിഞ്ഞ് മതിലറിഞ്ഞു വരുന്ന സ്തുതി പറഞ്ഞാട്ട്. അപ്പോൾ വചനം തേനായിട്ട് വരും, പിന്നെ പാലായിട്ട് വരും, പിന്നെ പലതരത്തിലായി. വചനം പലതരത്തിലാവും. ആദ്യം തേനും പാലുമായിട്ട് വരും, പിന്നെ പാലുറയൊഴിച്ച് തൈരാക്കി തൈരും തേനും കൂടെ ഉപയോഗിച്ചൊരു കഴിയിട്ടുണ്ട്. കർത്താവ് 30 കൊല്ലം വളർന്നത് തൈരും തേനും ഉപയോഗിച്ചാണെന്നാ പറയും.
ഇങ്ങനെയെല്ലാം നമ്മൾ വളർന്നാലേ നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രായപൂർത്തിയാകുള്ളൂ. അപ്പം നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. ആ കന്യക ജനിക്കണം, വളരണം, പാലൂട്ടണം, ഈ അവസ്ഥയിലേക്ക് വളരണമെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഒരു കന്യക്ക് ഗർഭം ധരിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ അമ്മയാകാനൊക്കെ ഉള്ളൂ. പരിശുദ്ധ കന്യാമറിയാമിന് പ്രായപൂർത്തിയായപ്പോഴാണ് വചനിപ്പിലൂടെ വചനമാകുന്ന ആ തേൻ കുടിച്ച് തൻ്റെ ഉദരം നിറച്ചു. അങ്ങനെ യേശു കുഞ്ഞിൻ്റെ അമ്മയാകാൻ സാധിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വചനം ആദ്യം തേൻ പോലെ രുചികരമായി ആസ്വദിച്ച് അത് കഴിഞ്ഞ് പാൽ പോലെ അത് കുടിച്ച് നമ്മൾ യേശുവിനെ രഹസ്യമായി വളർത്തേണ്ട ഒരു കാലമുണ്ട്. പക്ഷെ തേൻ പോലെ വചനം കുടിക്കുന്ന പ്രവാചകന്മാർക്ക് കയ്പിൻ്റെ അനുഭവം വന്നിട്ടുണ്ട്. എഹെസ്കേലിൻ്റെ പുസ്തകത്തിലും യെരമ്യാവിൻ്റെയും യെശയ്യാവിൻ്റെയും ഒക്കെ പുസ്തകത്തിൽ അങ്ങനെ ഒരു സൂചനയുണ്ട്. ആ പ്രവാചകനോട് പറഞ്ഞു, നീ വചനം തേൻ പോലെ അങ്ങോട്ട് കുടിക്കുക. പക്ഷെ വയറ്റി ചെന്നതിന് പിന്നെ വല്ലാത്ത കയ്പ്. അതുകൊണ്ട് വചനം കൃത്യമായി ആസ്വദിക്കുന്നവർക്ക് കയ്പിൻ്റെ അനുഭവങ്ങൾ അത് പ്രാർത്ഥനാവിഷയമാകും. അതിനെ പിന്നെ മധുരമാക്കും. മാറായ മധുരമാക്കുന്ന കമ്പ് കണ്ടെത്തണം. അത് ജീവവൃക്ഷമായ യേശുവിൻ്റെ കമ്പ് കണ്ടെത്തി അത് ഭക്ഷിക്കുമ്പോഴാണ്. അതുകൊണ്ട് കയ്പിൻ്റെ അനുഭവങ്ങൾ നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നിട്ട് വചനം കേട്ട് അതിനെ മധുരമാക്കി അത് തേനും തൈരും അപ്പവും മീനും ഒക്കെ ആയിട്ട് തന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തി തരികയാണ്. ഈ അനുഭവത്തിൽ മാത്രമേ തലയായ ക്രിസ്തുവിനോളം വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ വചനമാകുന്ന തേൻ ആ പാലൊക്കെ കുടിക്കാൻ രുചി വേണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. മല്ലമ്പനി എന്നൊരു പനിയുണ്ട്. ആ പനി പിടിച്ചാൽ വായിക്ക് ഭയങ്കര കയ്പായിരിക്കും, ഒന്നും കഴിക്കാനും തോന്നുകയില്ല. അപ്പോൾ വേദോസം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇത് ഇപ്പോഴും കയ്പായിട്ട് തോന്നുന്നതിൻ്റെ അർത്ഥം മല്ലമ്പനി മാറിയിട്ട്, അങ്ങനെയാണ് നാളെ പെന്തിക്കോസ്ത് പെരുന്നാൾ പ്രമാണിച്ച് മല്ലമ്പനി മാറാനായിട്ട് ഒരു പ്രാർത്ഥന നടത്തേണ്ടത് മാറണം. എങ്കിലേ ഇതിനെ കൃത്യമായി രസകരമായി. അപ്പം പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ വചനം രസകരമായ മധുരമായി പാലായി തേനായി ഫലങ്ങളായിട്ടൊക്കെ ആസ്വദിക്കും. അത് കഴിയുമ്പോൾ പീഡയുടെ അനുഭവം വരുമ്പോൾ അതിൻ്റെ വേണ്ടി പിടിച്ചു നിൽക്കണമെങ്കിൽ വീണ്ടും ഇതിനെ മധുരമാക്കി എന്ത് അനുഭവം പ്രാർത്ഥനയായിട്ട് മാറ്റണമെന്ന ബ്രദർ സന്തോഷം നമ്മൾ പറഞ്ഞു. പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, പ്രാർത്ഥന നിർത്തരുത് എല്ലാം പ്രാർത്ഥനയാക്കാൻ ആത്മാവിനെ കൊണ്ട്. എങ്കില് കയ്പിനെ മധുരമാണ്. അപ്പൊ ആദ്യം മധുരം, പിന്നെ കയ്പ്, പിന്നെ മധുരം, ഇങ്ങനെ മാറി മാറി വന്നോട്ട് ഇടയ്ക്കൊന്നും നിർത്തിയാക്കരുത് എന്നുള്ള കാര്യം. അപ്പൊ ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പായി പരിശുദ്ധ കന്യാമറിയാമാണ് തേൻ പോലെയും പാല് പോലെയൊക്കെ വചനം കുടിച്ചിട്ട് പിന്നെ കയ്പായപ്പോൾ പ്രാർത്ഥിച്ച് അതിനെ മധുരമാക്കിയ ആളാണ്. കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ നിന്നപ്പോൾ വചനം കയ്പായിരുന്നു. കാര്യം തന്നെ ഹൃദയത്തിൽ വാള് കിടക്കുക, വാള് കുത്തിക്കയറ്റുന്ന വേദന. പക്ഷെ അത് നേരത്തെ ആര് പറഞ്ഞതാണ്? ശെമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടെ ആ വചനം മാംസം ധരിക്കട്ടെ, വാളങ്ങോട്ട് കയറട്ടെ അങ്ങോട്ട് മുറിയട്ടെ. എൻ്റെ മോനും എൻ്റെ കർത്താവിനും വേണ്ടിയാണ്. അതുകൊണ്ട് ജീവന്റെ അപ്പം ചുടണമെങ്കിൽ ഒത്തിരി വേദനയുടെ അനുഭവം. വെള്ളയപ്പം ചുടണമെങ്കിലേ തേങ്ങ ഉടയ്ക്കണ്ടേ, തേങ്ങ പൊതിക്കണ്ടേ, ഉടയ്ക്കണം, ചിരണ്ടണം, ഞെക്കണം, അരയ്ക്കണം. ഇതെല്ലാം വേദന കഴിഞ്ഞാലേ അപ്പം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അപ്പം നമ്മൾ പൊതിക്കാത്ത തേങ്ങ പോലെ ഇരുന്നാൽ ആരെങ്കിലും പൊതിക്കാൻ വിടും, ആരെങ്കിലും വെട്ടാൻ വിടും, ചിരണ്ടാനൊക്കെ വിടും. ഇതൊക്കെ വേദനയാണ്. ഇതെല്ലാം കഴിഞ്ഞാലേ അപ്പം കടിച്ച് അപ്പം പരിശുദ്ധ മാതാവ് ഈ അപ്പം ചുട്ടു തന്നതിൻ്റെ പോലെ ഒത്തിരി വേദന തേനും കഴിച്ചിട്ടുണ്ട്, പാലും കഴിച്ചിട്ടുണ്ട്, കയ്പും അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ആ മാതാവ് സ്വർഗത്തിലെ ബാങ്കിൽ നിന്ന് ലോൺ തരാൻ പോവുക. സഹന സഹായ ലേഖത്തിന്റെ ഡോസ് കൂട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യം തേൻ പാല് പോലെയൊക്കെ കിട്ടുന്നതിന് ശേഷം ഉണ്ടാകുന്ന കയ്പിന്റെ അനുഭവത്തിൽ പിന്മാറി പോകാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. പ്രാർത്ഥിക്കാൻ അതിനുള്ള കൃപ വേണം. അതിനുവേണ്ടി പരിശുദ്ധ മാതാവ് സെന്റ് മേരീസ് ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ച് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. വേണ്ടിയവർക്ക് ലൈനായിട്ട് നിന്നോ, അവർക്ക് വേണ്ടി ആ കൃപ ഇപ്പൊ തരാൻ പോവുകയാണ്. ശരണം തേടി അന്വർത്ഥമാക്കിക്കൊണ്ട് കർത്താവ് നമുക്ക് ചെയ്തു തന്നല്ല ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളായ പെന്തിക്കോസ്ത് പെരുന്നാളിന് വേണ്ടി 10 ദിവസം നമുക്ക് ഒരുങ്ങാൻ തന്ന അവസരത്തിന് നന്ദി പറയുന്നു. ഈ 10 ദിവസത്തെ ഒരുക്കത്തിൽ നമുക്ക് പല കുറവുകളുണ്ടായിട്ടുണ്ട്. പെന്തിക്കോസ്ത് പെരുന്നാളിന് കാലത്ത് 120 പേര് ഒരുമനപ്പെട്ട് ഒരൊറ്റ മുറിയിൽ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കത് പറ്റിയോ? നമ്മൾ ഈ 10 ദിവസത്തിനിടയിൽ ഇടയ്ക്കൊന്നും വന്നിട്ടങ്ങ് പോയി. അപ്പം നമ്മുടെ ഒരുക്കത്തിനകത്ത് അപൂർണതയില്ലേ? അതിപ്പോൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അപ്പോൾ ആ 120 പേര് വന്നാൽ അതിൻ്റെ കുറവൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ശരീരം എവിടെയായാലും എന്തൊക്കെ ചെയ്താലും യാതൊരു ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവരിരുന്ന പോലെ എൻ്റെ ബോധ വിചാര മനസ്സ് കർത്താവിനോട് പറ്റിച്ചേർന്ന് ആ കർത്താവ് പറഞ്ഞ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കുറവാണ് എന്ന് ചോദിച്ചോളൂ. ശുദ്ധീകരണ പെരുന്നാൾ മുതൽ ഇന്ന് വരെ ഈ പെന്തിക്കോസ്തിക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ആ ഒരുക്കത്തിൽ എല്ലാ അപൂർണതകളുണ്ട്. ആ അപൂർണതകളെല്ലാം പരിഹരിക്കാൻ ഈ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ കുറ്റബോധത്തോടെ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഈ ഒരുക്കം ഒരുക്കം പാഴാക്കരുത്.
കിട്ടാത്ത പോയ ഞെരുക്കം കിട്ടുകയും വേണം. ഒരുക്കം കിട്ടണം. അതിന് ഇനിയുള്ള സമയം വളരെ ജാഗ്രതയോടെ ചെലവഴിക്കാൻ നമ്മുടെ പാപം കയറി വരുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ്. ഹവ്വായ്ക്ക് പാപം കയറി വന്നത് കണ്ണിൽ കൂടിയും ചിന്തകളിൽ കൂടിയും കൈകളിൽ കൂടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ക്ലോസ് ചെയ്യുക. കർത്താവ് തുറക്കുമ്പോൾ മാത്രമേ കർത്താവിന് വേണ്ടി മാത്രമേ തുറക്കാവൂ. അപ്പോൾ ഇത്രയും ഒരുക്കം പാഴാകാതിരിക്കണമെങ്കിൽ നാളത്തെ പെന്തക്കോസ്ത് പെരുന്നാൾ സംബന്ധിക്കുന്നവരെയും നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്തകൾ, ചലനങ്ങൾ മുതലായ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. അത് ഈ ഒരുക്കം പാഴാക്കരുത്. ഉദാഹരണം പറഞ്ഞാൽ, വീട് കൂതാശ ചെയ്യാൻ വേണ്ടി പണികളെല്ലാം കഴിഞ്ഞ് എല്ലാ ശുദ്ധീകരണവും കഴിഞ്ഞ് വാതിൽ തുറന്നിട്ട് പോയി അങ്ങനെ ചെയ്യും. പട്ടി കയറും. പട്ടിക്ക് നല്ല ശേല മൂത്രമൊഴിക്കാൻ. പട്ടിയുടെ സ്വഭാവം എവിടെയെങ്കിലും വൃത്തിയുടെ സ്ഥലം കണ്ട അവിടെ കാല് പോക്ക് പറഞ്ഞത്. ഇവിടുത്തെ വണ്ടിയുടെ എല്ലാം ജീലിൻ്റെ അടുത്ത് വന്ന് മൂത്രമൊഴിക്കുന്നതിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മളെ അശുദ്ധമാക്കുക, യാത്ര ചെയ്യുന്നവരെ അശുദ്ധമാക്കാൻ വേണ്ടി പിശാച് പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് അകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിനുമായി പണി കഴിഞ്ഞ് വൈറ്റ് വാഷും ചെയ്ത് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് കഴുകി ക്ലീൻ ആക്കിയിരിക്കുക. അപ്പോൾ പട്ടി കയറാതെ നോക്കിക്കണം. എന്താ, എല്ലാ വാതിലും അടിച്ചിട്ടേക്കണം, കാവക്കാരെ നിർത്തിയേക്കണം. എല്ലാ വാതിലും ഗേറ്റിങ്ങിലും ആളിനെ വേലക്കാരെ നിർത്തിയിട്ട് ഈ കിട്ടിയ വൃത്തി കളയാതെ സൂക്ഷിച്ചോണം. അതെന്നും സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ സമാഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. കർത്താവെ, ഞങ്ങളെ തിരുമ്പാവ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ 1 വർഷക്കാലത്തെ സഭാജീവിതം ഇതിനുവേണ്ടി, ഈ പെരുന്നാളിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ ബലഹീനത കൊണ്ട്, ഞങ്ങളുടെ അജ്ഞത കൊണ്ട്, ഞങ്ങളുടെ ഉന്നതിയുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, അത്യാഗ്രഹങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്, അതിക്രമങ്ങളുണ്ട്. ഞങ്ങൾ പലരും പലതരത്തിൽ അശുദ്ധരായി പോയെങ്കിലും നീ ഞങ്ങളെ വീണ്ടും ശുദ്ധീകരിച്ച് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം ഇവിടെ നടത്തിയ ധ്യാനയോഗങ്ങൾ, ദൂരയിൽ നിന്നും ചാരയിൽ നിന്ന് വന്നവർ, പല ധ്യാനമന്ദിരങ്ങളിൽ നിന്ന് വന്നവർ, ധ്യാന ഗുരുക്കന്മാർ, വിടുതൽ ശുശ്രൂഷ നടത്തിയവർ, പലതരത്തിലുള്ള പല ശുശ്രൂഷയോടെ വന്ന് ചെയ്തത് ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാക്കാനായിരുന്നു. ആ പണികൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഇവിടേക്ക് അയച്ച പലരെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളുടെ വീടുകളിൽ വന്നും ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചും ഒക്കെ ഞങ്ങളെ സഹായിച്ച വിധം ഓർത്തിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ വാതുക കൊണ്ട് കലമടച്ചെന്ന് പറഞ്ഞ ആ ഗതികേട് ഞങ്ങൾക്ക് വരല്ലേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് പകർന്ന് കവിഞ്ഞൊഴുകുന്ന കലങ്ങളായി മൺപാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ മൺപാത്രം കവിണ്ണു വീഴാനോ ഉടഞ്ഞു പോകാനോ ഇടയാകാതെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും തിരികെയിൽ ഞങ്ങളുടെ ഹൃദയമാകുന്ന ആ കുടം ഉറപ്പിച്ചു വെക്കുവാനും അത് കർത്താവിന് വേണ്ടി മാത്രം തുറക്കുവാനും അത് കർത്താവ് വന്ന് നിറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്നിടത്തേക്ക് കവിഞ്ഞൊഴുകുവാനും ഇടയാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികേറ്റുവാനായിട്ട് തന്നെ.